രക്താംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. പൊന്നുഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ധന്യസദ്ഗുരുനാഥാ ശരണം. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. പരമസദ്ഗുരോ പാഹി മാം. രക്താംബരം മൃദുമനോഹരമന്ദഹാസം ഭക്തേഷ്വനന്യശരണേഷു സദാ പ്രസന്നം ത്വാം സർവഭൂതജഗദേകഹിതാവതാരം ശ്രീ സായിനാഥമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാ ശരണം. ഭാഗവതം ഭക്തിയുടെ ശാസ്ത്രമാണ്. ഭക്തിയാണ് ഭാഗവതത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിപാദിക്കുന്നത്. അതിൽ ഒരു പല പല ഭക്തന്മാരുടെയും ചരിത്രമാണ് ഭാഗവതം. അനവധി ഭക്തന്മാരുടെ ചരിത്രം. ഭക്തിയാ ഭാഗവതം ഗ്രാഹ്യം എന്ന് പറയുന്നു. ഭക്തി കൊണ്ട് വേണം ഭാഗവതത്തെ അറിയാൻ. ഭക്തിയാ യുക്തിയാച്ച ഭാരതം. ഭാരതം അറിയാൻ കുറച്ച് യുക്തിയും കൂടി വേണം. എന്നാൽ ഭാഗവതം ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല. വിദ്യാവതാം ഭാഗവതേ പരീക്ഷ എന്നാണ് പറയുന്നത്. ജ്ഞാനികളുടെ അറിവിൻ്റെ ഉരകല്ലാണ് ഭാഗവതം. വാസ്തവം പറഞ്ഞാൽ എല്ലാം പഠിച്ചിട്ട് വേണം ഭാഗവതം തുടങ്ങാൻ. പക്ഷേ എല്ലാം പഠിച്ചിട്ട് ഭാഗവതം തുടങ്ങാനുള്ള ആയുസ്സൊന്നും നമുക്കില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ബാല്യകാലം മുതൽക്ക് ഭാഗവതം ആരംഭിക്കുക. ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ അതിന് പ്രോത്സാഹനം തരും. നമുക്ക് വേണ്ട സഹായങ്ങൾ ഗുരുനാഥൻ്റെ രൂപത്തിലും അനുഗ്രഹ രൂപത്തിലും ഭഗവാൻ നമുക്ക് തന്നുകൊള്ളും. വേറൊന്നും വേണ്ട. ജന്മം ഭഗവാൻ നോക്കില്ല, കർമ്മം ഭഗവാൻ നോക്കില്ല. ഭക്തി ഉണ്ടോ എന്ന് മാത്രമേ ഭഗവാൻ നോക്കുള്ളൂ. ഭഗവാൻ ഏകാദശത്തിൽ പറയുന്നു, ഞാൻ ഭക്തന്റെ പിന്നാലെ നടക്കും. അനുവ്രജാമ്യഹം നിത്യം പൂയേയ ഇത്യഘ്രിരേണുഭിः. ഭക്തന്റെ പിന്നാലെ എന്തിനു ഭഗവാൻ നടക്കുന്നു? ആ ഭക്തന്റെ കാൽപ്പടി ഭഗവാൻ എടുത്തിട്ട് ശിരസ്സിലണിയും. എന്തിന്? തൻ്റെ ജഠരത്തിലുള്ള അനവധി അണ്ഡകടാഹങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഭക്തനെ ഭഗവാൻ ഉയർത്തും. എത്ര ഉയർത്തും? തന്നേക്കാൾ ഉയർത്തും. ഇങ്ങനൊരു കാരുണ്യനിധി
നമ്മുടെ ഭഗവാൻ ഗുരുവായൂരപ്പനെ പോലെ വേറെ ആരുമില്ല. ആ ഭഗവാന്റെ ഭക്തന്മാരുടെ ചരിത്രമാണ് ഭാഗവതത്തിൽ അങ്ങോളം ഇങ്ങോളം. അതിലൊരു പ്രധാനപ്പെട്ട ഭക്തനാണ് അംബരീഷൻ. ഭക്തി ഇല്ലാത്തവരുടെ കഥ ഭാഗവതത്തിൽ കാണുകയില്ല. ചിലരൊക്കെ പ്രതിലോമ ഭക്തി ആയിരിക്കും, ഭാവത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഗോപ്യകാമാത് ഭയാൽ കംസഃ ദ്വേഷാത് ചൈദ്യാദയോ നൃപാഃ സംബന്ധാത് വൃഷ്ണയഃ സ്നേഹാത് ഭക്തിയാ സ്നേഹാദ്യൂയം ഭക്തിയാ വയം വിഭോ എന്ന് നാരദ മഹർഷി പറയുന്നു. ഗോപികൾക്ക് കാമമെന്ന വികാരമായിരുന്നു, കംസന് ഭയമായിരുന്നു. ശിശുപാലൻ മുതലായവർക്ക് ദ്വേഷമെന്ന വികാരമായിരുന്നു. യാദവന്മാർക്ക് ഞങ്ങളുടെ കൂടെയുള്ളൊരു യാദവൻ എന്നുള്ള ഭാവമായിരുന്നു. പാണ്ഡവന്മാർക്ക് സ്നേഹാദ്യൂയം, ഞങ്ങളുടെ അമ്മാമൻ്റെ മകൻ കൃഷ്ണൻ. അവർക്ക് കൃഷ്ണൻ അവരുടെ സ്വന്തമായിരുന്നു. ഭക്തിയാ വയം വിഭോ. നാരദ മഹർഷി പറയുന്നു, ഞങ്ങൾക്ക് കൃഷ്ണനോട് ഭക്തി എന്ന വികാരം, ഈശ്വരനാണ് എന്നറിഞ്ഞുകൊണ്ടുള്ള പ്രേമമാണ് ഞങ്ങൾക്കുള്ളത്. ഏത് വികാരത്തിനും തുല്യസ്ഥാനമാണ് ഈശ്വരനിൽ. അംബരീഷൻ ഈ ജന്മത്തിൽ രാജാവായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഒരു പൂർവജന്മം ഉണ്ട്. കാരണം വിനാ കാര്യസ്യ ന ഉൽപ്പത്തി എന്നാണ് പറയാറുള്ളത് താർക്കികന്മാർ. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. തേങ്ങ ഉണ്ടാവണമെങ്കിൽ തെങ്ങ് വേണം, അതിനൊരു തേങ്ങ ആദ്യം കുഴിച്ചിടണം. പുകയില്ലാതെ അഗ്നി ഉണ്ടാവില്ല എന്ന് പറയും. എത്ര എത്ര ധൂമസ് തത്ര തത്ര അഗ്നിഹി. എവിടെ എവിടെ പുകണ്ടോ അവിടെ എവിടെയൊക്കെ തീയുണ്ട്. കാരണം വിനാ കാര്യസ്യ നോൽപ്പത്തി. അപ്പോൾ ഇന്ന് നാം ഇവിടെ ഈ നൈമിഷാരണ്യത്തിലുള്ള ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പൂർവ്വ കാരണമുണ്ട്. അതുകൊണ്ടാണ് നാം ഇവിടെ വന്നിട്ടുള്ളത്. തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ ഭഗവാന്റെ അടുത്തേക്ക് വരൂ. ഭഗവാന്റെ കഥയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ അംബരീഷനും പൂർവജന്മത്തിൽ ഉയർന്ന ജാതിയിലൊന്നും ജനിച്ചവനല്ല, ചാതുർവർണ്ണ്യത്തിൽപ്പെട്ടവനുമല്ല. പൂർവജന്മത്തിൽ അദ്ദേഹം ഒരു സ്വർണപ്പണിക്കാരനായിരുന്നു, ഒരു തട്ടാനായിരുന്നു. പത്മപുരാണത്തിൽ പാതാള ഖണ്ഡത്തിൽ വൈശാഖമാഹാത്മ്യം ഉപദേശിക്കുന്ന സമയത്ത് അംബരീഷൻ ശ്രീനാരദനോട് തൻ്റെ പൂർവജന്മ വൃത്താന്തം അറിയണം എന്ന് അഭ്യർത്ഥിച്ചു. അതിലാണ് ഈ അംബരീഷൻ്റെ പൂർവജന്മ കഥ പറയുന്നത്. ദേവദാസൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ആ കാലത്ത് ആ നാട്ടിൽ രൂപവതി എന്ന് പേരായിട്ട് നല്ല സൽഗുണസമ്പന്നയും സുന്ദരിയും വളരെ ഈശ്വരഭക്തയുമായിട്ടൊരു മഹതി ഉണ്ടായിരുന്നു. ആ മഹതി ഈ ദേവദാസനോട് ഒരു മഹാവിഷ്ണുവിൻ്റെ സ്വർണപ്രതിമ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. ഒരു ഉത്തമ ബ്രാഹ്മണന് ദാനം ചെയ്യാനാണ്. അതും അക്ഷയ തൃതീയ ദിവസം. നമുക്കറിയാം, വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയയാണ് അക്ഷയ തൃതീയയായിട്ട് നാം ആഘോഷിക്കുന്നത്. ബലരാമസ്വാമിയുടെ ജന്മദിന പുണ്യദിവസമാണ് അക്ഷയ തൃതീയ എന്ന് നാം വിശ്വസിച്ചു വരുന്നു. ആ ദിവസം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് ഫലം ഏറെ ഉണ്ട്. പക്ഷെ ഇന്ന് അതൊക്കെ കുത്തക ശക്തികൾ ഇങ്ങനെയുള്ള
നല്ല ദിവസങ്ങളെ പോലും നല്ല കർമ്മങ്ങളെ പോലും വാണിജ്യവൽക്കരിക്കുന്ന ഒരു തന്ത്രമാണ് കാണുന്നത്. നാളെ അക്ഷയ തൃതീയയാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ സ്വർണം വാങ്ങിക്കോളും. അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങിയ എന്ത് പുണ്യാണ് അവ കിട്ടാൻ പോണത്? അക്ഷയ തൃതീയയ്ക്ക് സ്വർണം ദാനം ചെയ്താലാണ് പുണ്യം. അത് മഹാത്മാക്കളും ഗൃഹസ്ഥരും സത്യവ്രതരും ഈശ്വരഭക്തരും യുവാക്കളും ധനത്തിനാവശ്യമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള യോഗ്യന്മാരെ കണ്ടുപിടിച്ച് ദാനം ചെയ്താലാണ് അക്ഷയ തൃതീയയ്ക്ക് മഹത്വം. അല്ലാതെ കുറെ സ്വർണം വാങ്ങിക്കൂട്ടിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവർ ലാഭം ഉണ്ടാക്കുന്നുള്ളൂ. ഈ അക്ഷയ തൃതീയ ദിവസം ബ്രാഹ്മണർക്ക് പല പല ദാനങ്ങളും ചെയ്യുന്ന കൂട്ടത്തിൽ ഈ മഹാവിഷ്ണുവിൻ്റെ പ്രതിമയെ ഒരു വിഷ്ണുഭക്തനായ ഉത്തമ ബ്രാഹ്മണന് ദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ ഒരു രൂപവതി ഇങ്ങനൊരു പ്രതിമ ഉണ്ടാക്കിക്കൊടുക്കാൻ ദേവദാസനോട് പറഞ്ഞത്. അദ്ദേഹം അതിൽ ആത്മാർത്ഥതയോടുകൂടി തന്നെ ആ പ്രവൃത്തി ചെയ്തു. കളവ് തീരെ കാണിച്ചില്ല. സാധാരണ നമ്മുടെ ഇടയിലൊരു പഴഞ്ചൊല്ലുണ്ട്, തട്ടാൻ തൊട്ടാൽ തൊട്ടേലെട്ട്. കുറച്ചൊക്കെ അതിന്ന് ഭർഗിച്ചെടുക്കുമെന്നാണ് പണ്ടത്തെ. ഇന്നിപ്പോൾ അത് നടക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഈ ദേവദാസൻ വളരെ ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഈശ്വരൻ്റെ പ്രതിമയാണ് ഉണ്ടാക്കുന്നത്. ഈശ്വരഭക്തിയോടും വിനയത്തോടും കൂടി പ്രതിമ നിർമ്മിച്ചു എന്ന് മാത്രമല്ല, അത് രൂപവതിക്ക് ലാഭേച്ഛയോട് കൂടിയിട്ടല്ല, അതൊരു തപസ്സായിട്ടാണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് ഈ ദേവദാസനാണ് പിന്നീട് അംബരീഷനായിട്ട് ജനിച്ചത് എന്ന് പത്മപുരാണത്തിൽ പറയുന്നു. ഈ രൂപവതി അംബരീഷൻ്റെ പത്നി കാന്തിമതി എന്ന പേരിൽ ജനിച്ചു. കാന്തിമതി എന്ന പേരിൽ ജനിച്ചു, അംബരീഷൻ്റെ ഭാര്യയായി. രണ്ടുപേരും മഹാവിഷ്ണു ഭക്തന്മാരാണ്. നവമസ്കന്ധത്തിൽ അഷ്ടമസ്കന്ധത്തിൽ മഹാബലിയുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം പിന്നെ മത്സ്യാവതാര ചരിത്രമാണ് പറയുന്നത്. 9ാമത്തെ സ്കന്ധത്തിൽ വംശാനുചരിതമാണ്. സൂര്യവംശ സോമവംശ രാജാക്കന്മാരുടെ ചരിത്രമാണ് പറയുന്നത്. സത്യവ്രതൻ എന്ന രാജാവ് ശ്രാദ്ധദേവൻ എന്ന മനുവായിട്ട് അവതരിച്ചു എന്നും അദ്ദേഹത്തിന് ശ്രദ്ധ എന്ന തൻ്റെ പത്നിയിൽ ആദ്യൊരു പെൺകുട്ടി ഉണ്ടായിന്നും അതിനെ ആൺകുട്ടിയാക്കിയെന്നും പിന്നെ വീണ്ടും പെൺകുട്ടിയായെന്നും പിന്നെ ഒരു മാസം പുരുഷനും ഒരു മാസം സ്ത്രീയും ഒക്കെ ആയിട്ട് വൈരാഗ്യം വന്ന് അദ്ദേഹം കുടുംബം ഉപേക്ഷിച്ചു പോയി എന്നും മക്കളില്ലാത്ത വിഷമം കൊണ്ട് വീണ്ടും ഭഗവാനെ സേവിച്ചപ്പോൾ ഇക്ഷ്വാകുപൂർവജൻ പുത്രാൻ ലേഭേസ്വ സദൃശാൻ ദശ, തനിക്ക് തുല്യരായിട്ടുള്ള 10 പുത്രന്മാരെ കിട്ടി എന്നുമാണ് ഭാഗവതത്തിൽ പറയുന്നത്. അതിൽ ഇക്ഷ്വാകു, നൃഗൻ, ശര്യാദി, ദിഷ്ടൻ, ധൃഷ്ടൻ, കരൂഷകൻ, നരിഷ്യന്തൻ, വൃഷധ്രൻ, നഭഗൻ, കവി. അതിൽ ശര്യാദിയുടെ ചരിത്രം വരെ 3ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. കവി വളരെ ശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹം കവി കനീയാൻ വിഷയേഷു നിസ്പൃഹോ വിസൃജ്യ രാജ്യം സഹ ബന്ധുബിർവനം. ബാല്യകാലത്ത് തന്നെ വിവേശ കൈശോരവയാപരംഗത, വളരെ ബാല്യത്തിൽ തന്നെ അദ്ദേഹം വിരക്തനായിട്ട് ജന്മം കൊണ്ട് തന്നെ വിരക്തനായിരുന്നു. അദ്ദേഹം ലൗകികം വിട്ടുപോയി. പിന്നീട് നഭകൻ്റെ വംശമാണ് പറയുന്നത്. നഭകൻ്റെ പുത്രനായിട്ട് ക്ഷ്വാകു, നൃഗ, ശര്യാദി, ദിഷ്ട, ധൃഷ്ട, കരൂഷകാഹ, നരിഷ്യന്തം, വൃഷധ്രം ച നഭഗഞ്ച കവിം വിഭു. ഇവിടെ ഭാഗവതന്മാരുടെ ഇടയിൽ ഒരു തർക്കവിഷയമാണ് ഇത്. നാഭാഗോ നഭഗാപത്യം യം തതം ഭ്രാതരക്കവിം യവിഷ്ടം വ്യഭജന്തായം ബ്രഹ്മചാരിണമാഗതം എന്ന് പറയുന്നുണ്ട്. അപ്പം നഭകന്റെ പുത്രനായിട്ടുള്ള നാഭാഗനാണ് ഈ വിദ്യാഭ്യാസത്തിന് പോയ കാലത്ത് സഹോദരന്മാർ ഭാഗം വെച്ചത് എന്നൊരു കൂട്ടർ പറയുമ്പോൾ, വേറെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം നഭകൻ
കാട്ടു വിദ്യാഭ്യാസത്തിന് പോയ കാലത്ത് ജ്യേഷ്ഠന്മാർ 8 പേരും കൂടി കുടുംബസ്വത്ത് ഭാഗം വെച്ചു എന്നും തിരിച്ചു വന്നപ്പോൾ നഭകനോട് ജ്യേഷ്ഠ സഹോദരൻ ചോദിച്ചു, പാർട്ടീഷൻ കഴിഞ്ഞല്ലോ, എൻ്റെ ഷെയർ എന്താണെന്ന് ചോദിച്ചപ്പോൾ അങ്ങക്ക് പിതാവിനാണ് ഷെയറായിട്ട് വെച്ചതെന്ന് പറഞ്ഞു അത്രേ. അപ്പം ഇദ്ദേഹം പിതാവിനോട് ചോദിച്ചു എന്നും, പിതാവ് എന്ന് പറഞ്ഞാൽ ഈ മനു ശ്രാദ്ധദേവനാണ് എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. അല്ല, നഭകൻ്റെ പുത്രനായിട്ടുള്ള നാഭാഗനാണ് എന്ന് വേറെ ചിലരുടെ അഭിപ്രായം. ഇങ്ങനെ സംശയം വരുന്ന സമയത്ത് ഭാഗവതത്തിൽ അവലംബിക്കേണ്ടത് എല്ലാ പണ്ഡിതന്മാരും തലകുലുക്കി സമ്മതിച്ചിട്ടുള്ളതാണ്, ശ്രീധരാചാര്യരെ വേണം അവലംബിക്കാൻ. ശങ്കരാചാര്യര് പോലും ശ്രീധരാചാര്യരെ അവലംബിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യർ ഒരുപാട് ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള മഹാത്മാവാണ്. ഭാഗവതത്തിന് വ്യാഖ്യാനം എഴുതാൻ തുടങ്ങിയപ്പോൾ കാശിയിൽ വെച്ച് വിശ്വനാഥൻ്റെ മുന്നിൽ വെച്ച് വ്യാഖ്യാനം എഴുതാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ കാശി വിശ്വനാഥൻ പറഞ്ഞു പോൽ, ഭാഗവതം വ്യാഖ്യാനിക്കാൻ അങ്ങക്കായിട്ടുണ്ടോ എന്നറിയില്ല. അഹം വേദ്മി ശുഗോ വേത്തി വ്യാസോ വേത്തി ച നാരദഃ ശ്രീധര സകലം വേത്തി ശ്രീ നൃസിംഹപ്രസാദതഃ. ഭാഗവതം കുറച്ചു പേർക്കേ അറിയൂ. എനിക്കറിയാം, മുഴുവൻ അറിയാമെന്ന് പറഞ്ഞില്ല, കുറച്ചറിയാം. കുറച്ചറിയുന്നവരുടെ ലിസ്റ്റാണ് ആദ്യം പറയുന്നത്. അഹം വേദ്മി, പരമേശ്വരൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഭഗവാൻ തൻ്റെ വിനയം കൊണ്ട് ഏറ്റവും കുറച്ചറിയുന്ന ആളെന്നുള്ള നിലയ്ക്ക് സ്വന്തം പേര് ആദ്യം പറഞ്ഞു. ശുഗോ വേത്തി, ശ്രീ സുഖബ്രഹ്മർഷിക്ക് അറിയാം. വ്യാസോ വേത്തി, ശ്രീ സുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുത്ത ആള് വേദവ്യാസൻ, വേദവ്യാസൻ അറിയാം. ച നാരദഃ, നാരദനറിയാം, വേദവ്യാസന് പറഞ്ഞു കൊടുത്ത ആള് നാരദനാണ്. ഇവർക്കൊക്കെ കുറേശ്ശേ അറിയുള്ളൂ. മുഴുവൻ അറിയുന്ന ഒരാളുണ്ട്, അതാരാണെന്നല്ലേ? ശ്രീധര സകലം വേത്തി. ശ്രീധരാചാര്യര് ഭാഗവതത്തെ മുഴുവൻ അറിയുന്നു, പരിപൂർണമായിട്ടറിയുന്നു. എന്താ കാരണം? ശ്രീ നൃസിംഹപ്രസാദതഃ, നരസിംഹമൂർത്തിയുടെ പ്രസാദം കൊണ്ട് ശ്രീധരാചാര്യര് ഭാഗവതത്തെ മുഴുവൻ അറിയുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം ശങ്കരാചാര്യര് ചോദിച്ചു, ശ്രീധരാചാര്യരെ എങ്ങനെ കാണാൻ സാധിക്കുമെന്ന്. ഗംഗാതീരത്ത് ധാരാളം മഹാത്മാക്കൾ ഭഗവാന് ഹവിസ് സമർപ്പിക്കുന്നുണ്ടായിരിക്കും. അതിലൊരു മഹാത്മാവ് ഹവിസ് സമർപ്പിക്കുന്ന സമയത്ത് ഭഗവാൻ നരസിംഹാകൃതി പൂണ്ട് വാ പൊളിച്ചു വരും. ഏത് ഭക്തനാണോ നരസിംഹമൂർത്തിയുടെ വായേൽ നിവേദ്യം സമർപ്പിക്കുന്നത് അദ്ദേഹമാണ് ശ്രീധരാചാര്യർ എന്ന് പറഞ്ഞു എന്നും, ശങ്കരാചാര്യർ ഗംഗാതീരത്ത് പോയി ശ്രീധരാചാര്യരെ തെരഞ്ഞു കണ്ടുപിടിച്ചു എന്നും, ഭാഗവതത്തിന് വ്യാഖ്യാനം എഴുതണമെന്ന് അഭ്യർത്ഥിച്ചു എന്നും, അങ്ങനെയാണ് ശ്രീധരാചാര്യർ ഭാഗവതം എഴുതിയത് എന്നും ഗുരുവായൂര് പല പണ്ഡിതന്മാരായ ഭാഗവത പാരായണ പ്രഭാഷണം നടത്തുന്ന മഹാത്മാക്കൾ പറയുന്നത് എൻ്റെ ബാല്യകാലത്ത് ഞാൻ കേട്ടത് ഇപ്പോൾ ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. ആ ശ്രീധരാചാര്യർ തൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, നഭഗ ഏവ നാഭാഗ. നാഭാഗനും നഭകനും വേറെല്ല, നഭഗ ഏവ നാഭാഗ. നഭകനും നാഭാഗനും ഒന്നാണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു അഭിപ്രായം. പക്ഷേ ഭട്ടതിരിപ്പാട് നാരായണീയം വർണ്ണിക്കുമ്പോൾ വൈവസ്വതാഖ്യം അനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്രസുതംബരീഷ സപ്താർണവ ആവൃത മഹീദയിതോപിരേമേ ത്വൽസംഗിഷു ത്വയി ച മഗ്നമനാസദൈവ. ഇപ്പോൾ അവിടെ നഭകന്റെ പുത്രനായിട്ടുള്ള നാഭാഗൻ എന്ന് പ്രത്യേകം, നാഭാഗന്റെ പുത്രനായിട്ടുള്ള അംബരീഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് അധികം പോകണ്ട, എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഭാഗവതത്തിൻ്റെ ആദ്യമേ പറഞ്ഞു, മുഹ്യന്തിയത് സൂരയ. പണ്ഡിതന്മാർ പോലും ഭാഗവതത്തിൽ ഭ്രമിച്ചു പോകുന്നു. അതാണ് ഭാഗവതത്തിൻ്റെ മഹത്വമാണത്.
അപ്പോൾ ഈ മനുപുത്രനായ നഭകൻ വിദ്യാഭ്യാസത്തിന് പോയ കാലത്ത് സഹോദരന്മാർ പാർട്ടീഷൻ ചെയ്തു. അദ്ദേഹത്തിന് എന്താ ഷെയർ വെച്ചതെന്ന് ചോദിച്ചപ്പോൾ അച്ഛനാണെന്ന് പറഞ്ഞു. അച്ഛൻ മനു പറഞ്ഞു, നീ ജ്യേഷ്ഠന്മാരോട് വഴക്കിനൊന്നും പോവണ്ട, നിനക്കുള്ള വക ഞാനുണ്ടാക്കി തരാം. മരുത്തന്മാർ യാഗം ചെയ്യുന്നുണ്ട് ഹിമാലയ പർവ്വത സാനുക്കളിൽ. അവിടെ പോയിട്ട് തേ സ്വര്യന്തോ ധനം സത്ര പരിശേഷിതമാത്മന ദാസ്യന്തി തേധ താൻ ഗച്ഛ തഥാസ കൃതവാന്യഥ. നീ അവിടെ പോയിട്ട് അവരുടെ സംശയം തീർത്തു കൊടുത്താൽ മതി. അവർ സത്രമായിട്ടാണ് നടത്തുന്നത്. അതിൽ 6ാമത്തെ ദിവസം, സത്രം എന്ന് പറഞ്ഞാൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞമാവുമ്പോഴാണ് അതിന് സത്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനൊക്കെ ഓരോ പേരുണ്ട്. ഈ 12 ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിന് അഹീനം എന്നും സത്രം എന്നും പറയാറുണ്ട്. അപ്പോൾ അവർ പിന്നെ അതിൽ എത്ര ദിവസം കൂടുതലായാലും അതിന് സത്രം എന്ന് പറയും. 12 ദിവസമെങ്കിലും വേണം എന്നാണ് നിയമം. അപ്പോൾ അവർക്ക് 6ാമത്തെ ദിവസം ചില മന്ത്രങ്ങളിൽ സംശയം ഉണ്ടാവും. അപ്പോൾ പിന്നെ വീണ്ടും അവർ ആദ്യം തൊട്ട് ആവർത്തിക്കും. അങ്ങനെ യാഗം മുഴുമിപ്പിക്കാതിരിക്കുകയാണ്. നീ പോയിട്ട് അത് പറഞ്ഞു കൊടുക്കുക, അവർ നിനക്ക് വേണ്ടത് തരും എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നു. അവർക്ക് സംശയമുള്ള മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. യാഗം വേണ്ടതുപോലെ മുഴുമിപ്പിച്ചു. അവരവിടെ അവശേഷിച്ചതായിട്ടുള്ള സമ്പത്ത് മുഴുവൻ ഇദ്ദേഹത്തിന് ദാനമായിട്ട് കൊടുത്തു. അദ്ദേഹം അതൊക്കെ എടുത്ത് ചാക്കിൽ കെട്ടി തിരിച്ചു വരാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ഉവാച ഉത്തരതൊഭ്യത്യ പുരുഷ കൃഷ്ണദർശന, കറുത്തിട്ടൊരാൾ എന്നിട്ട് ഇതൊക്കെ എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, മമേദം ഋഷിഭിർദത്തം ഇതി തരിഹിസ്മ മാനവ സ്യാന്നൗ തേ പിതരി പ്രശ്ന പൃഷ്ടവൻ പിതരം തഥാ. എനിക്ക് മഹർഷിമാർ തന്നതാണ്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവർ തന്നാ എടുത്തോളാം എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങയുടെ അച്ഛനോട് സംശയം ചോദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ ഇവിടെ കാത്തു നിൽക്കാം എന്ന് പറഞ്ഞു ഈ വന്ന ആള്. അപ്പോൾ പിതാവ് പറഞ്ഞു, അത് വേറെ ആരുമല്ല, ഭഗവാൻ ശ്രീപരമേശ്വരനാണ്, കൈലാസനാഥനാണ്. ദക്ഷയാഗത്തിന് ശേഷം യാഗത്തിൻ്റെ ഉച്ഛിഷ്ടം മുഴുവൻ പരമേശ്വരനാണ് എന്നൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഴുവൻ അദ്ദേഹത്തിന് സമർപ്പിച്ച് അദ്ദേഹത്തോട് അനുജ്ഞയും വാങ്ങി അനുഗ്രഹവും വാങ്ങി വരണമെന്ന് പറഞ്ഞു. വിനയം ഉള്ള, അച്ഛൻ പറഞ്ഞതിനെ അനുസരിക്കുന്ന സൽസ്വഭാവിയായ ഈ നഭകൻ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, ഭഗവാനോട് വന്ന് പറഞ്ഞു. പരമേശ്വരന് വളരെ സന്തോഷമായി. ഭഗവാൻ സത്യവത്സല, ഭഗവാൻ അനുഗ്രഹിച്ചു, നിനക്ക് നന്നായി വരും എന്ന് പറഞ്ഞു. ബാക്കിയുള്ള സഹോദരന്മാരുടെ ഒന്നും വംശത്തിൻ്റെ മഹത്വം ഏറെയൊന്നും കാണുന്നില്ല. പക്ഷേ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിൽ പെട്ടതായിട്ടുള്ള അംബരീഷോ മഹാഭാഗ സപ്തദ്വീപവതീം മഹീം അവ്യയാം ജശ്രിയം ലബ്ധ്വാ വിഭവം ചാതുലം ഭുവി. ഈ 7 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടതായിട്ടുള്ള ഭൂലോകം മുഴുവൻ അംബരീഷന് ചൊൽക്കീഴിലായി എന്ന്. അപ്പൊ മറ്റുള്ള സഹോദരന്മാര് അധർമ്മത്തിലൂടെ സമ്പാദിച്ചതൊക്കെ എവിടെ പോയി? അംബരീഷൻ ഈ സമ്പത്ത് മുഴുവൻ കിട്ടിയെങ്കിലും അതെല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു. ഏനേദം ലോഷ്ടവൽ സ്മൃതം, മണ്ണാങ്കട്ട പോലെ കരുതിയുള്ളൂ സമ്പത്തിനെ. ശിവപുരാണത്തിൽ പറയുന്നുണ്ട്, അവർക്കന്നുരത്നം ചരൽക്കല്ലുപോലെ സുവർണം തകർന്നോരു മാറോടുപോലെ ഗൃഹം കാടുപോലെ കുരങ്ങാക്ഷിമാരും മരപ്പാവ പോലെ. പൂന്താനം പാടുന്നുണ്ടല്ലോ ജ്ഞാനപ്പാനയില്, മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ. പിന്നെ മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ, വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ.
അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ. രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും വിശ്വനാഥൻ പിതാവൂ നമുക്കെല്ലാം വിശ്വധാത്രീ ചരാചര മാതാവും. എന്തിനാ പിന്നെ വിഷമിക്കുന്നത്? ആ ഭഗവാനില്ലേ എന്ന് പൂന്താനം പറയുന്നുണ്ട്. ഭാഗവതത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ കവയോ ധനദുർമദാന്ധാൻ, നിങ്ങൾക്ക് കയ്യില്ലേ തലേണയിട്ട് വയ്ക്കാൻ, വെള്ളം ഒഴുകുന്നില്ലേ കുടിക്കാൻ, മരങ്ങൾ കായ്കനികൾ തരുന്നില്ലേ, പിന്നെ എന്തിനാ കസ്മാത് ഭജന്തി കവയോ ധനദുർമദാന്ധാൻ. ഇത്രയൊക്കെ പോരെ ജീവിതത്തിന്? വേണ്ടത് ഈശ്വരൻ തരുമല്ലോ. എല്ലാം കിട്ടിയതായിട്ടുള്ള അംബരീഷൻ മഹാവിരക്തനായിരുന്നു. പൂർവജന്മ സംസ്കാരമാണ് അദ്ദേഹത്തിന് ഈ ഇത്രയും വൈരാഗ്യം ഉണ്ടാവാൻ കാരണം. അദ്ദേഹം ഒരു തപസ്സും ചെയ്തിട്ടല്ല, ഒരു വ്രതവും അനുഷ്ഠിച്ചിട്ടല്ല, ഒരു ഉത്തമ കുലത്തിൽ ജനിച്ചിട്ടല്ല, ഒരു ബ്രാഹ്മണനായിട്ടില്ല, ഒരു സന്യാസിയായിട്ടില്ല, ഒരു വ്രതം നോറ്റിട്ടില്ല, ഒരു മന്ത്രോപദേശം കിട്ടിയിട്ടില്ല. പക്ഷേ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്തു, ഈശ്വരോപാസനയായിട്ട് ചെയ്തു. ഇത്രയേ വേണ്ടൂ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ, ഏറെന്നും വേണ്ട. എന്ത് ജോലി ചെയ്യുന്നു അത് സിൻസിയറായിരിക്കുക, ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. ഒന്ന്. രണ്ടാമത് അർപ്പണബുദ്ധിയോടുകൂടി ചെയ്യുക. ആരായാലും അവൻ ഈശ്വരന് പ്രിയൻ തന്നെ. അത് ഭഗവാന്റെ സന്തോഷത്തിന് അത്രേ വേണ്ടൂ. ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ പറയുന്നു, അമായയ അനുവൃത്യായൈ സ്തുഷ്യേത് ആത്മാ ആത്മദോ ഹരിഹി. എന്തുകൊണ്ടാ ഭഗവാൻ സന്തോഷിക്കുക? അമായയ, കാപട്യമില്ലാത്തൊരു മനസ്സ്. ഒളിച്ച് ഭഗവാന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കരുത്, ഉള്ളത് തുറന്നു വയ്ക്കുക. ആർജവം എന്ന സദ്ഗുണം ജീവിതത്തിൽ വളർത്താൻ ശ്രമിക്കുക. അവരവർക്ക് വിധിച്ചതായിട്ടുള്ള കർമ്മം ശ്രദ്ധയോടും ആത്മാർത്ഥതയോടും കൂടി ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. കൂടുതലൊന്നും വേണ്ട ഈശ്വരൻ്റെ സന്തോഷത്തിന്. ഒരുപാട് പണം കൊടുത്ത് ഈശ്വരനെ വിലയ്ക്ക് വാങ്ങാമെന്ന് ആരും വിചാരിക്കണ്ട. ഈശ്വരൻ അങ്ങനെയുള്ളവരോട് സന്തോഷിക്കുന്നു. ഈ അംബരീഷന് ഇത്രയെല്ലാം കിട്ടിയിട്ടും, ഈ സപ്തദ്വീപവതിയായിരിക്കുന്ന ഭൂമിയുടെ മുഴുവൻ ആധിപത്യം ലഭിച്ചിട്ടും, സവൈമന കൃഷ്ണപദാരവിന്ദയോ വചാംസി വൈകുണ്ഠഗുണാനുവർണ്ണനെ കരോഹരേർ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരാച്യുതസൽക്കഥോദയേ. മുകുന്ദലിംഗാലയദർശനേ ദൃശൗ തൽഭൃത്യഗാത്രസ്പർശേംഗസംഗമം ഘ്രാണം ച തൽപാദസരോജസൗരഭേ ശ്രീമത്തുളസ്യാരസനം തദർപ്പിതേ. പാദൗഹരേ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഹൃഷീകേശപദാഭിവന്ദനേ കാമം ച ദാസ്യേ നതു കാമകാമ്യയാ യഥോത്തമ ശ്ലോകജനാശ്രയാരതി. ഈശ്വരൻ നമുക്കൊന്നും വിലക്കിയിട്ടില്ല. ലോകത്തിലുള്ളവരൊക്കെ സന്യാസിയാവണമെന്നൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഒരു ഇക്വിലിബ്രിയം വേണം, ഒരു ബാലൻസ് വേണം. ലോകത്തിനെ നന്നായിട്ട് നിലനിർത്താൻ കുറേ പേര് ഈ ചതുർത്ഥാശ്രമത്തിൽ, സന്യാസാശ്രമത്തിൽ ഉണ്ടാവണം. എന്നാലേ ലോകത്തിനൊരു ബാലൻസ് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാവരും സന്യാസി ആവണ്ട. ഒന്നും മോശമുള്ളതല്ല, ഒരാശ്രമവും മോശമല്ല, ഗൃഹസ്ഥാശ്രമം ഒട്ടും മോശമല്ല. ഗൃഹസ്ഥൻ വേണം എല്ലാവരെയും പോഷിപ്പിക്കാൻ. സന്യാസിയെ പോഷിപ്പിക്കാൻ ഗൃഹസ്ഥൻ വേണം. സന്യാസി ഭിക്ഷെടുത്തിട്ട് വേണം ജീവിക്കാൻ. സന്യാസിക്ക് സമ്പത്ത് കൊടുക്കാൻ ഗൃഹസ്ഥൻ വേണം. ബ്രഹ്മചാരിക്ക് ഭക്ഷണം കൊടുക്കാൻ ഗൃഹസ്ഥൻ വേണം. ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇത്രയും വലിയതായിട്ടുള്ള ഹാള്, ഇവിടെ വരുന്നവർക്ക് വേണ്ടതുപോലെ ഉള്ള സൗകര്യങ്ങൾ, ഓരോരുത്തർക്കും ആ താമസ സൗകര്യം ആവശ്യമുള്ളവർക്ക് അത്, ഇവർക്കൊക്കെ എന്തെന്ത് വേണമെന്ന് അന്വേഷിച്ച് ചെയ്യാനുള്ള സേവാപ്രവർത്തകർ,
ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചിട്ടയോടും ഭംഗിയോടും കൂടി നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ധനത്തിൻ്റെ ആവശ്യമുണ്ട്. ആര് കൊടുക്കുന്നു ധനം? ഗൃഹസ്ഥന്മാർ കൊടുക്കുന്നു. ഗൃഹസ്ഥാശ്രമം ഏറ്റവും നല്ലത് തന്നെ. അംബരീഷൻ ഗൃഹസ്ഥനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇതിലൊന്നും തീരെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. സമ്പത്തിൽ ആഗ്രഹമില്ലാതെ വന്ന സമ്പത്തിനൊക്കെ അദ്ദേഹം വേണ്ടതുപോലെ വിനിയോഗിച്ചു. അപ്പോഴും ചെയ്യേണ്ട ജോലി ചെയ്തു. ഒക്കെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയില്ല. രാജാവായിട്ട് ജനിച്ചു, രാജാവിൻ്റെ ധർമ്മം ചെയ്തു, പ്രജകളെ വേണ്ടതുപോലെ സംരക്ഷിച്ചു. ധർമ്മത്തിലൂടെ സദ്ഭരണം നടത്തിയതുകൊണ്ട് സമ്പത്ത് താനേ വർദ്ധിച്ചു വന്നു. എല്ലാം സർവേശ്വരനിൽ സമർപ്പിച്ചപ്പോൾ ഭഗവാന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഭഗവാന് യേ യഥാ മാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. ആര് എന്നെ എങ്ങനെ ആശ്രയിക്കുന്നുവോ അവരെ ഞാൻ അതുപോലെ അങ്ങോട്ട് തിരിച്ചും സേവിക്കുന്നു, ഭജിക്കുന്നു. അംബരീഷൻ തൻ്റെ സർവസ്വവും ഭഗവാന് സമർപ്പിച്ചു. ഭഗവാനോ തൻ്റെ സർവസ്വവും തന്നെയും കൂടി അംബരീഷന് സമർപ്പിച്ചു. ഇങ്ങനൊരു ദൈവത്തിനെ കാണൂ. പക്ഷെ അംബരീഷൻ അത് അറിഞ്ഞില്ല, ഭഗവാൻ അത് അറിയിച്ചതുമില്ല. ആവശ്യമുള്ള സമയത്ത് കിട്ടിയാൽ മതിയല്ലോ. കയ്യിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തലവേദന ഉണ്ടെന്ന് മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തല പോവാനും വഴിയുണ്ട്. പക്ഷെ ആവശ്യമുള്ള സമയത്ത് 1 കോടി തരാൻ നമുക്ക് എല്ലാ കഴിവുമുള്ള ഒരാൾ സഹായത്തിനുണ്ടെങ്കിൽ പിന്നെന്തിനാ വിഷമിക്കുന്നത്? കയ്യിലൊന്നുമില്ലാത്തവന് ബസ് സ്റ്റാൻഡിൽ കിടക്കാം, തെരുവിലും കിടക്കാം അല്ലേ? ഭഗവാന്റെ ഭക്തന്റെ അവസ്ഥ അതാണ്. ഭഗവാന്റെ ഭക്തന് ആവശ്യമുള്ളപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എല്ലാ സംരക്ഷണവും എല്ലാ സമ്പത്തും ഭഗവാൻ കൊടുക്കുന്നു. അംബരീഷന്റെ അടുത്ത് ഭഗവാന്റെ സുദർശന ചക്രം ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്നു എന്ന് മഹാത്മാക്കൾ പറയാറുണ്ട്. ഈ വന്ന ബ്രാഹ്മണൻ ഒരു ഉദ്യോഗാർത്ഥിയായിട്ടാണ് അത്ര വന്നത്. അദ്ദേഹത്തെ അംബരീഷ മഹാരാജാവ് സ്വീകരിച്ച് ഒരു യുക്തമായിട്ടുള്ള സ്ഥാനം കൊടുത്തു. തൻ്റെ കർമ്മകുശലത കൊണ്ടും കർമ്മത്തിലുള്ള ആത്മാർത്ഥത കൊണ്ടും സ്വഭാവ നൈർമല്യം കൊണ്ടും എല്ലാവരുടെയും മനസ്സ് പിടിച്ചു പറ്റിയ ആ മഹാത്മാവിന് ക്രമേണ ക്രമേണ ഉയർന്നുയർന്ന് അംബരീഷന്റെ പ്രധാനമന്ത്രിയുടെ പദവി വരെ എത്താൻ കഴിഞ്ഞു. ആ മഹാത്മാവ് സുദർശന ചക്രമാണ് എന്ന് അംബരീഷൻ അറിഞ്ഞില്ല. ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അല്ലാതെ ഭാഗവതത്തെ അവലംബിച്ചിട്ടല്ല മുഴുവൻ പറയുന്നത്. അദ്ദേഹത്തെ നല്ല പ്രധാനമന്ത്രിയായി മനസ്സിലാക്കി ചുമതലകളെല്ലാം ഏൽപ്പിച്ച് അംബരീഷ മഹാരാജാവ് 12 വ്രതമധോഭവദർച്ചനാർത്ഥം വർഷം ദധൗ മധുവനേ യമുനോപകണ്ഠേ. ഒരു 12 വ്രതം ആരംഭിക്കാൻ തീരുമാനിച്ചു. ദശമിയുടെ സ്പർശമില്ലാത്ത ഏകാദശി വേണം നോൽക്കാൻ. ദശമിയുടെ നാഥൻ യമനാണ്. അതുകൊണ്ട് ദശമിയെക്കുറിച്ച് രണ്ടാന്തരമായിട്ടാണ് പറയാറുള്ളത്. ദശമിയുടെ സ്പർശം ഇല്ലാത്ത ഏകാദശി, ദശമി ദിവസം ഒരിക്കൽ ഊണ് കഴിക്കുക. അപ്പം അന്ന് പകല്, ദശമി ഉള്ള ദിവസം പകല് ഏകാദശി ഉണ്ടെങ്കിൽ ആ ഏകാദശി എടുക്കാറില്ല. അംബരീഷനും അങ്ങനെ തന്നെയാണ്. അതാണ് അംബരീഷന്റെ ഏകാദശിയുടെ പ്രത്യേകത. ഏകാദശി ദിവസം ഉപവാസം, അന്ന് ഭക്ഷണമൊന്നും കഴിക്കില്ല, വെള്ളം പോലും കുടിക്കില്ല. 12 ദിവസം പാരണ. ത്രയോദശി തുടങ്ങുന്നതിന് മുമ്പ് പാരണ വീടണം. പാരണ വീടുക എന്ന് പറഞ്ഞാൽ ഈ വ്രതം അവസാനിപ്പിക്കുക, അതാണ്. അങ്ങനെ അദ്ദേഹം 1 കൊല്ലം കൊണ്ട് സമർപ്പിക്കുന്നതായിട്ടുള്ള 12 പ്രാധാന്യം. 12 വ്രതം ആരംഭിച്ചു. സദ്വാദശി വ്രതമധോഭവദർച്ചനാർത്ഥം വർഷം ദധൗ മധുവനേ യമുനോപകണ്ഠേ.
ധ്രുവൻ തപസ് ചെയ്തതായിട്ടുള്ള മധുവനത്തിൽ യമുനാ നദിയുടെ തീരത്ത് അദ്ദേഹം വലിയ വലിയ യജ്ഞശാല കെട്ടിയുണ്ടാക്കി അവിടെ വ്രതം ആരംഭിച്ചു. 1 കൊല്ലം കൊണ്ട് സമർപ്പിക്കുന്നതാണ്. എല്ലാ ഏകാദശിയും നോറ്റുകൊണ്ട് അന്നൊക്കെ പൂജാം ദ്വിജേഷു വിസൃജൻ പശുഷഷ്ടി കോടിം 60 കോടി പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തുകൊണ്ടായിരുന്നു ഈ യജ്ഞം ഓരോ ഏകാദശിക്കും അങ്ങനെ സമർപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന് ലൗകിക വിഷയങ്ങളിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു. മനഃകൃഷ്ണപദാരവിന്ദയോ, മനസ്സെപ്പോഴും ഭഗവാന്റെ പാദത്തിലാണ്, ഭഗവാന്റെ ചിന്ത മാത്രമേ ഉള്ളൂ. വചംസി വൈകുണ്ഠഗുണാനുവർണ്ണനെ, വാക്കുകളെ കൊണ്ട് ഭഗവാന്റെ കഥകൾ പറയും, അല്ലെങ്കിൽ നാമം ജപിക്കും. കരൗ ഹരേർമന്ദിരമർജനാദിഷു, കൈകളെ കൊണ്ട് ഭഗവാന്റെ തിരുമുറ്റം അടിച്ചു വാരും. ക്ഷേത്രത്തിൽ പോയി രാജാവാണെങ്കിലും അഭിമാനമോ അഹങ്കാരമോ ദുരഭിമാനമോ അഹങ്കാരമോ ഒന്നും അദ്ദേഹത്തിനില്ല. ക്ഷേത്രത്തിൽ പോയാൽ ചൂലെടുത്തിട്ട് അടിച്ചു വാരും, തിരുമുറ്റം അടിച്ചു വാരും. പാത്രങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴുകി തുടച്ച് വൃത്തിയാക്കി കവിഴ്ത്തി വയ്ക്കും. ഒരു ചക്രവർത്തി ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചിലപ്പോൾ സംശയം തോന്നിയേക്കാം. കുറച്ചു കാലം മുമ്പ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഇന്നത്തെ രാജാവല്ല, ഇതിനു മുമ്പത്തെ രാജാവ് ബാലവർമ്മ മഹാരാജാവ്, അദ്ദേഹം തൊഴുകാൻ വരുന്ന സമയത്ത് ഞാൻ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഒന്ന് മാറ്റി നിർത്തും, അത്രയേ ഉള്ളൂ. അല്ലാതെ ആരും അമ്പലത്തിൽ കടക്കരുതെന്നൊന്നും പറയില്ല. അങ്ങനെ ജനങ്ങൾക്ക് ഉപദ്രവമായിട്ടുള്ള മാറ്റി നിർത്തലൊന്നുമില്ല. രാജാവ് വരുമ്പോൾ ഒന്ന് സൈഡാക്കും. അദ്ദേഹം അങ്ങനെ പോണത് കണ്ടു. 2-ാം മുണ്ട് എടുത്ത അരയിൽ ചുറ്റിയിട്ടുണ്ട്, ഒരു സിംഗിൾ മുണ്ട് ഉടുത്തിട്ടുണ്ട്. വളരെ വിനയം. പത്മനാഭദാസൻ എന്നാണ് ആ കുടുംബത്തിലുള്ളവരെ പറയുക. അദ്ദേഹം നടന്നിങ്ങനെ പോകുമ്പോൾ മുകളിലേക്കുമൊക്കെ നോക്കുന്നുണ്ട്, വശങ്ങളിലേക്കുമൊക്കെ നോക്കുന്നുണ്ട്. രാജാവ് എന്തിനാ ഈ താഴേക്ക് നോക്കി നടന്നാൽ പോരെ, എന്തിനാ മുകളിലേക്കും വശങ്ങളിലേക്കും ഒക്കെ നോക്കുന്നത് എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിട്ട് ഞാൻ അവിടെ ഉള്ളൊരു ജോലിക്കാരനോട് ചോദിച്ചു, ഇതെന്തിനാ രാജാവ് ഇങ്ങനെ തലതിരിച്ചിങ്ങനെ എല്ലാ സ്ഥലത്തേക്കും നോക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, രാജാവ് അങ്ങനെ നോക്കുന്നത് കൊണ്ട് എല്ലാ സ്ഥലവും വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. രാജാവ് പറയൊന്നും വേണ്ട, അവിടെയുള്ള ജോലിക്കാർക്ക് അറിയാം, രാജാവ് ഇവിടെയും നോക്കും അവിടെയും നോക്കും എല്ലാ സ്ഥലത്തും നോക്കും. രാജാവിൻ്റെ കണ്ണെത്താത്ത സ്ഥലമില്ല. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ മുക്കും മൂലയും വളരെ ശുചിയായിട്ടും വൃത്തിയായിട്ടും പരിപാലിക്കപ്പെടുന്നു. ഇങ്ങനെ വേണം ഭരണാധികാരികൾ. ജാടല്യ, ബഹളല്യ, എന്തൊരു വിനയം. അപ്പം ഈ അടുത്ത കാലത്ത് അതും അദ്ദേഹത്തിന് അധികാരം ഇല്ല എന്നാൽ സമ്പത്ത് ധാരാളമുണ്ട്. അധികാരമില്ലെങ്കിലും ഇന്നും തിരുവനന്തപുരത്തുള്ള അവിടെ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ് രാജാവ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളൊരു വംശമാണ് അത്. നാടിനു വേണ്ടി ജീവിച്ച രാജാക്കന്മാരാ തിരുവനന്തപുരത്തുള്ളവർ. നമ്മുടെ പൂർവികന്മാരായ നാട്ടുരാജാക്കന്മാരൊക്കെ ത്യാഗമൂർത്തികളായിരുന്നു. അവരൊന്നും സ്വാർത്ഥികളായിരുന്നില്ല. അവരൊന്നും കോശത്തുനിന്ന് കൈയിട്ട് തട്ടിപ്പറിച്ചവരല്ല, കെട്ടിവെച്ചവരല്ല, പോക്കറ്റ് നിറച്ചവരല്ല, പരോപദ്രവം ചെയ്തവരല്ല. ലോകത്തിനു വേണ്ടി ജീവിച്ചവരായിരുന്നു ഈ നാട്ടിലെ രാജാക്കന്മാർ. അതാണല്ലോ നമ്മുടെ ഭാരതത്തിൻ്റെ ആർഷ സംസ്കാരം. അപ്പം അംബരീഷൻ ചൂലെടുത്ത് അടിച്ചു വാരും, നാമം ജപിച്ചുകൊണ്ട് അടിച്ചു വാരും, വേറെ സംസാരിക്കില്ല. പാത്രം തേച്ച് വയ്ക്കും. കരോഹരർ മന്ദിരമർജനാദിഷു ശ്രുതിം ജകാര അച്യുത സൽക്കഥോദയേ. ഭഗവാന്റെ കഥ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ വിനയത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കും. കണ്ണ് ഭഗവാന്റെ മുകുന്ദലിംഗ ആലയ ദർശനേ ദൃശവും. ഭഗവാനെ എപ്പോഴും കാണാൻ സാധിച്ചില്ലെങ്കിലും ഭഗവാന്റെ ക്ഷേത്രം കാണത്തക്ക നിലയിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. എപ്പോഴും ജാലകം ഒന്ന് തുറന്നു നോക്കിയാൽ അമ്പലം കാണാം.
മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ അമ്പലവാസിയായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. അങ്ങനെയുള്ള അംബരീഷൻ ഈ യമുനാ നദിയുടെ തീരത്ത് ആശ്രമം കെട്ടി, ഒരു യജ്ഞശാല കെട്ടി ഉണ്ടാക്കി ഒരു വർഷം കൊണ്ട് സമാപിക്കുന്നതായിട്ടുള്ള ഒരു ദ്വാദശി വ്രതം ആരംഭിച്ചു. അതങ്ങനെ ഭംഗിയായിട്ട് വേണ്ടതുപോലെ എല്ലാ കർമ്മങ്ങളും നടത്തിക്കൊണ്ട് അതിൻ്റെ അവസാനത്തെ ദ്വാദശി ദിവസം വന്നു. ഇന്നാണ് അത് മുഴുമിപ്പിക്കേണ്ടത്. ദുർവാസ ഭഗവാനഭൂൽ പാരണായ ഉപചക്രമേ. അപ്പോൾ ഇനി ത്രയോദശി തുടങ്ങാൻ കുറച്ച് സമയമേ അവശേഷിക്കുന്നുള്ളൂ. വന്ന ബ്രാഹ്മണരൊക്കെ കാല് കഴുകിച്ച് അവർക്ക് ഭക്ഷണവും കൊടുത്ത് ദക്ഷിണയും കൊടുത്ത് പാരണ വീടാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ദുർവാസ ഭഗവാനഭൂൽ, ഭഗവാൻ ദുർവാസാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അഭൂൽ എന്ന് പറഞ്ഞു. അവിടെ അങ്ങ് കാണാറായി. അപ്പോൾ വളരെ വിനയത്തോടുകൂടി അംബരീഷൻ അദ്ദേഹത്തോട് പറഞ്ഞു, വേഗം പോയിട്ട് കുളിച്ചു വരാം, പാരണയുടെ സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം സാവധാനത്തിൽ പോയി എന്നാണ് നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത്. അദ്ദേഹം മന്ദം ജഗാമ യമുനം നിയമൻ വിധാസ്യൻ. അവിടെ അദ്ദേഹത്തിന് ഒരു പരോപദ്രവകാരിയായിട്ടും കൂടി ചിത്രീകരിക്കുന്നുണ്ട്. ഭട്ടതിരിപ്പാട് പറഞ്ഞതുകൊണ്ട് നമുക്കും പറയാം. അല്ലെങ്കിൽ ദുർവാസാവ് പരോപദ്രവകാരിയാണെന്ന് പറയാൻ പറ്റുമോ? ആ ശ്ലോകം ഓർമ്മയുണ്ടോ? സദ്വാദശി വ്രതമധോ ഭവദർച്ചനർത്ഥം വർഷം ദധൗ മധുവനേ യമുനോപകണ്ഠേ പജ്ഞാസമം സുമനസാ മഹതിം വിതന്വൻ പൂജം ദ്വിജേഷു വിസൃജൻ പശുഷഷ്ടികോടിം രാജ്ഞാഥ ദുർവാസസസ്യ മുനിനാ ഭവനം പ്രപേദേ ഭോക്തും വൃതശ്ച സ നൃപേണ പരാർത്തിശീലഃ മന്ദം ജഗാമയമുനാം നിയമാൻ വിധാസ്യൻ. പരാർത്തിശീലൻ എന്നാ പറഞ്ഞത്. മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് സന്തോഷിക്കുന്നവൻ. ദുർവാസാവിന് കൊടുത്ത വിശേഷണമാണ് ഭട്ടതിരിപ്പാട്. ദുർവാസാവ് സാധാരണക്കാരനല്ല. 10,000 വർഷങ്ങൾ തപസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് കറുക എടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് കുടിക്കും. വേറെ ഭക്ഷണമൊന്നുമില്ല. അതുകൊണ്ടാണ് അത്ര അദ്ദേഹത്തിന് ദുർവാസാവ് എന്നുള്ള പേരുണ്ടായത്. വേറൊരു ഇതും പറയാറുണ്ട്, അദ്ദേഹത്തിന് ഈ ശരീരാഭിമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് മുഷിഞ്ഞ് കീറിയ വസ്ത്രം വാസസ്സാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ടും ദുർവാസാവ് എന്ന് പറയാറുണ്ടെന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. ഏതായാലും മഹാ തേജസ്വിയാണ് അദ്ദേഹം, മഹാതപസ്വിയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് ഇങ്ങനൊരു കുഴപ്പമുണ്ട്, മറ്റുള്ളവരുടെ വിഷമം അറിയില്ല. മാത്രമല്ല അത് കണ്ടിട്ട് രസിക്കുന്ന ആളാണ്. ശപിക്കാനൊരു മടിയില്ലാത്ത ആളാണ്. വേഗം പോയിട്ട് കുളിച്ചു വരാം മഹാത്മാവേ, പാരണയുടെ സമയമായി എന്ന് അംബരീഷൻ മന്ദം ജഗാമ യമുനം നിയമൻ വിധാസ്യൻ. സാവധാനത്തിൽ പോയി. രാജ്ഞാഥ പാരണ മുഹൂർത്ത സമാപ്തിഖേദ്വാരൈവ പാരണമകാരി ഭവൽപരേണ. ആ സമയത്ത് ഇവിടെ പാരണയുടെ സമയം അതിക്രമിക്കാൻ തുടങ്ങി. പാരണാതിക്രമേ ദോഷഃ ബ്രാഹ്മണാതിക്രമേ ദോഷഃ ദ്വാദശ്യം യദപാരണേ യൽകൃത്വാ സാധുമേ ഭൂയാദ് അധർമ്മോ വാ നമാം സ്പൃശേൽ അംഭസാ കേവലേനാഥ കരിഷ്യേ വ്രതപാരണം പ്രാഹുരഭക്ഷണം വിപ്രാഹ ഹ്യശിതം നാശിതം ചയൽ. ഇവിടെ സമയം അതിക്രമിച്ചു. പാരണ ഇപ്പോൾ വീടിയിട്ടില്ലെങ്കിൽ 1 കൊല്ലമായിട്ട് നടത്തുന്ന ഈ വ്രതത്തിന് ഭംഗമുണ്ടാവും. പക്ഷെ ഇപ്പൊ പാരണ വീടിയാൽ ദുർവാസാവിനെ ക്ഷണിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാതെ ഞാൻ കഴിച്ചാൽ ബ്രാഹ്മണാതിക്രമം എന്നുള്ള ദോഷം ഉണ്ടാവും. എന്താ ഇപ്പം ചെയ്യേണ്ടത്? സംശയായി. അദ്ദേഹത്തിന് ദുർവാസാവിന് എതിരായിട്ടൊരു വിധി പറയാൻ കഴിവുള്ള ഒരു ബ്രാഹ്മണനും ഒരു മഹാത്മാവും അവിടെ ഉണ്ടായിരുന്നില്ല. അംബരീഷ മഹാരാജാവേ, അങ്ങ് പാരണ നടത്തിക്കൊള്ളൂ എന്ന് ധൈര്യമായിട്ട് പറയാൻ കഴിവുള്ളവരാരും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ അംബരീഷൻ തന്നെ പറഞ്ഞു, വെള്ളം
കുടിച്ചാൽ അത് ഭക്ഷണം കഴിച്ച ഫലവുമുണ്ട്, എന്നാൽ ഭക്ഷണം കഴിച്ച ദോഷം ഇല്ല. അപോസ്നാതി തന്നേവാശിതം നേവാനശിതം എന്ന് വേദത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രാഹുരഭക്ഷണം വിപ്രാഹ ഹ്യശിതം നാശിതം ചതൽ, കഴിച്ച ഫലമുണ്ട് എന്നാൽ കഴിച്ച ദോഷമില്ല താനും എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും ബ്രാഹ്മണരാരും അദ്ദേഹത്തിന് അനുവാദമൊന്നും കൊടുത്തില്ല. എന്നാൽ ഈ പ്രധാനമന്ത്രി അദ്ദേഹം ആ ബ്രാഹ്മണൻ അംബരീഷനോട് പറഞ്ഞു വെള്ളം കുടിക്കാമെന്ന്. അങ്ങനെ ഒരാളുടെയെങ്കിലും അനുവാദം കിട്ടിയല്ലോ. അംബരീഷൻ വെള്ളം എടുത്ത് പാരണ ചെയ്തു. വെള്ളത്തിൻ്റെ അടിയിൽ തപസ് ചെയ്യുന്ന ആളായിരുന്നു ദുർവാസ. വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നിട്ടേ അദ്ദേഹം മന്ദഞ്ചഗാമ യമുനം നിയമൻ വിധാസ്യൻ, വളരെ സാവധാനത്തിലാണ് പോയത്. ഇവിടെ സമയം വൈകിക്കൊണ്ടിരിക്കുമ്പോൾ വേഗം കുളിച്ചു വരണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം സാവധാനത്തിൽ നടന്നുപോയി. പ്രകൃതി ഭംഗിയൊക്കെ അങ്ങനെ നോക്കി, കാറ്റിൻ്റെ തലോടലൊക്കെ അനുഭവിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ നിമമജ്ജ ബൃഹദ്ധ്യായൻ കാളിന്തി സലിലേ ശുഭേ, വെള്ളത്തിൻ്റെ അടിയിലങ്ങ് മുങ്ങിക്കിടന്നു. അപ്പം അവിടെ ഒരു ബൃഹദ്ധ്യാനം. ആ സമയത്ത് വേണോ ധ്യാനം നടത്തൽ? അപ്പം ഇത് കൽപ്പിച്ചു കൂട്ടി അംബരീഷനെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് ദുർവാസാവ്. മുഹൂർത്താർദ്ധാവശിഷ്ടായം ദ്വാദശ്യം വാരണം പ്രതി യൽകൃത്വാ സാധുമേ ഭൂയാത് അധർമ്മോ വാ നമാം സ്പൃശേൽ അംഭസാ കേവലേനാഥ കരിഷ്യേ വ്രതപാരണം പ്രാഹുരഭക്ഷണം വിപ്രാഹ ഹ്യശിതം നാശിതം ചതൽ ഇത്യപപ്രാശ്യ രാജർഷി ചിന്തയൻ മനസാച്യുതം പ്രത്യചഷ്ടഗുരുശ്രേഷ്ഠ ദ്വിജാഗമനമേ വസഹ. അദ്ദേഹം അങ്ങനെ കാത്തിരുന്നു ദുർവാസാവിന്. അദ്ദേഹം പാരണ വീടി ദുർവാസാവിനെ കാത്തിരിക്കുമ്പോഴാണ് ദുർവാസാവ് അവിടുന്ന് ദുർവാസായ മുനാകൂലകൃതാവശ്യകാഗത രാജ്ഞാഭിനന്ദിതസ്തസ്യ ബുബുധേ ചേഷ്ടിതം ധിയാ. സാവധാനത്തിൽ കുളി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് തൻ്റെ മാധ്യാഹ്നിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് വളരെ സാവധാനത്തിൽ, അങ്ങോട്ട് പോയതിനേക്കാൾ സാവധാനത്തിൽ ഇവിടേക്ക് വന്നു. വന്നപ്പോഴോ മനസ്സിലാക്കി, തൻ്റെ ജ്ഞാനചക്ഷുസ്സുകൊണ്ട് അംബരീഷൻ ഈ വ്രതപാരണ നടത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി. യോ മാം അതിഥിമായാതം ആതിഥ്യേന നിമന്ത്രിച്ച അദത്വാ ഭുക്തവാംസ്തസ്യ സദ്യസ്തേ ദർശയേ ബലം. അതിഥിയായിട്ട് വന്ന എന്നെ ക്ഷണിച്ചിരുത്തി കുളിച്ചു വരാൻ പറഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം തരാതെ അങ്ങ് ഭക്ഷണം കഴിച്ചില്ലേ, കാണിച്ചു തരാം ഇതിൻ്റെ ശക്തി. ഏവം ബ്രുവാണ ഉത്കൃത്യ ജടാം രോഷവിദീപിത. അപ്പോഴേക്ക് കണ്ണൊക്കെ അങ്ങ് ചെമന്ന് തുടിച്ചു, ശരീരമൊക്കെ വിറച്ചു, കോപം കൊണ്ട് അദ്ദേഹം ഉറക്കെ ഗർജിക്കാൻ തുടങ്ങി. പക്ഷെ അംബരീഷന് യാതൊരു ഭാവമാറ്റവും ഇല്ല, വിനയത്തോടു കൂടി അവിടെ നിൽക്കുക. എന്നിട്ട് തൻ്റെ ജട പറിച്ച് മുകളിലേക്കൊരേറ്, അതോടുകൂടിയിട്ട് ഒരു ഭയങ്കര ശബ്ദത്തോടുകൂടി പൊട്ടലും ചീറ്റലും ഒരു ഭയങ്കര കൃത്യക പ്രത്യക്ഷപ്പെട്ടു. കൃത്യാം ച താമസി ധരം ഭുവനം ദഹന്തീം അഗ്രേഭിവീക്ഷ്യ നൃപതിർന്ന പദാച്ചകമ്പേ ത്വദ്ഭക്തബാധമഭിവീക്ഷ്യ സുദർശനം ദേ കൃത്യാനലം ശലഭയൻ മുനിമന്വധാവീത്. അംബരീഷൻ ഈ ദുർവാസാവ് അയച്ചതായിട്ടുള്ള കൃത്യക തൻ്റെ നേരെ വരുന്നത് കണ്ടിട്ട് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ നിൽക്കുക. ഭുവനം ദഹന്തീമഗ്രേഭിവീക്ഷ്യ നൃപതി. എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ ഒരു തീഗോളം പോലെ, രണ്ട് തീഗോളങ്ങളെ പോലുള്ള കണ്ണുകളാ, തീ തുപ്പുന്ന വായ, തീയിങ്ങനെ കത്തി വരികയാണോ എന്നാ തോന്നുന്നത്. കയ്യിലാണെങ്കിൽ വളരെ മൂർച്ചയേറിയതായിട്ടുള്ളൊരു വാളും. വരുന്ന ഈ കൃത്യകയെ കണ്ടിട്ട് അംബരീഷന് ഭാവമാറ്റം വേണ്ടേ. നപദാച്ചകമ്പേ, കാലൊന്ന് അനക്കി വെച്ചില്ല എന്നാ പറയുന്നത്. ഭാഗവതത്തിലും അങ്ങനെ തന്നെയാ പറഞ്ഞത്. നചാല പദാനൃപ, കാലനക്കിയില്ല. അതെന്തേ കാലനക്കാതിരുന്നത്? അല്ല, ഈ കൃത്യക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ദഹിപ്പിച്ചോട്ടെ, ഞാനെന്തിനാ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിൽക്കുന്നത്? ഇനി അതല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ
എൻ്റെ ഭഗവാന് എന്നെ രക്ഷിക്കാനുള്ള കഴിവും കാരുണ്യവും ഉണ്ടല്ലോ, ഞാൻ എന്തിനു ഓടണം? ഭക്തജനങ്ങളെ, നമ്മൾ ഇത് കണ്ടുപഠിക്കേണ്ടതാണ്, ജീവിതത്തിലേക്ക് പകർത്തേണ്ടതാണ്. ഈ അംബരീഷന്റെ മഹാധൈര്യം, മഹാസ്ഥൈര്യം, അംബരീഷന്റെ മഹാവിശ്വാസം. വിശ്വാസം ചമൽക്കാരത്തെ സൃഷ്ടിക്കും. പ്രഹ്ലാദന്റെ വിശ്വാസം തൂണിൽ നിന്ന് നരസിംഹമൂർത്തിയെ സൃഷ്ടിച്ചു. പൂന്താനത്തിന്റെ വിശ്വാസം കൊടുങ്കാട്ടില് ആ സമയത്ത് ശൂന്യതയിൽ നിന്ന് സാമൂതിരിപ്പാടിന്റെ മന്ത്രിയായി കുതിരപ്പുറത്ത് ഓടി വരുന്ന മങ്ങാട്ടച്ഛനെ സൃഷ്ടിച്ചു. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആപൽഘട്ടത്തിൽ നിങ്ങൾ വിളിച്ചാൽ ആ സമയത്ത് യുക്തമായ രൂപത്തോടും ഭാവത്തോടും ഭാവത്തോടും കൂടി ഈ നമ്മുടെ ഈശ്വരൻ ഗുരുവായൂരപ്പൻ, ഈ ഭാഗവതം, നമ്മുടെ ശ്രീകൃഷ്ണൻ നമുക്ക് വേണ്ട തരത്തിൽ, അവിടെ വേണ്ട തരത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് സഹായം ചെയ്യും. ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഇതാണ് അംബരീഷന്റെ മഹാവിശ്വാസം. ഇത് നാം ഭാഗവതത്തിൽ നിന്ന് പഠിക്കേണ്ടത് ഇതാണ്. വിശ്വാസം ഉണ്ടാവണം ഈശ്വരനില്. എങ്ങനെ വിശ്വസിക്കണം? ഇളകുന്ന വിശ്വാസമല്ല, പരിപൂർണ വിശ്വാസം ഉണ്ടാവണം. ഏതാപത്ത് വന്നാലും എനിക്ക് രക്ഷണ്ട ഈശ്വരൻ എന്നുള്ള പരിപൂർണ വിശ്വാസം. അംബരീഷൻ ആ പരിപൂർണ വിശ്വാസം ഉണ്ടായിരുന്നു. നചാല പദനൃപ, ആനങ്ങിയില്ല അംബരീഷൻ, കാലൊന്നു മാറ്റിവെച്ചില്ല. ത്വൽഭക്തബാധമഭിവീക്ഷ്യ സുദർശനം ദേ കൃത്യാനലം ശലഭയൻ മുനിമന്വധാവിൽ. പക്ഷേ അംബരീഷനല്ല ചൂടേറ്റത്. ചൂടേറ്റത് സുദർശന ചക്രത്തിനാണ്. ഇപ്പൊ സുദർശനത്തിന്റെ ഭാവം മാറി, രൂപം മാറി. ഇത് ആ ഭഗവാന്റെ കയ്യിൽ കറങ്ങുന്ന ദുർവാരം ദ്വാദശാരം ത്രിശത പരിമിളൽ ഷഷ്ടിപർവാഭിവീതം സംഭ്രാമ്യൽ ക്രൂരവേഗം ക്ഷണമനു ജഗദാച്ഛിദ്യ സന്ധാവമാനം ചക്രം ദേ കാലരൂപം. ഭട്ടതിരിപ്പാട് പറഞ്ഞില്ലേ, ദുർവാരം ദ്വാദശാരം. ദുർവാരമാണ്, ഒരാൾക്കും തടുക്കാൻ പറ്റാത്തതാ. ബ്രഹ്മാവ് പറയുന്നുണ്ട് ദുർവാസാവ് ഓടിച്ചെന്നപ്പോ, എനിക്ക് രക്ഷ തരാൻ പറ്റില്ല. ദ്വാദശാരം 12 അരങ്ങളോടുകൂടി, 12 മാസങ്ങളാണല്ലോ. ത്രിശത പരിമിളൽ ഷഷ്ടിപർവാഭിവീതം 360 മൊനകളോടുകൂടി. സംഭ്രാമ്യൽ ക്രൂരവേഗം, ക്രൂരവേഗത്തിലാ സഞ്ചരി. എന്താ വേഗത്തിന്റെ ഒരു വിശേഷണം? ക്രൂരവേഗം എന്നാ. അവിടെ യാതൊരു നോട്ടവും ഇല്ല, ആരാന്നുള്ള നോട്ടമൊന്നുമില്ല, എന്താന്നുള്ള നോട്ടമില്ല. അവരെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ക്രൂരവേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചക്രം ദേ കാലരൂപം. ഭഗവാന്റെ കയ്യിൽ കറങ്ങുന്നതായിട്ടുള്ള സുദർശനം പ്രത്യക്ഷപ്പെട്ടു. പോ ഈ കൃത്യക എന്ന് പറയുന്ന സാധനം കൃത്യാനലം ശലഭയൻ മുനിമന്വധാവീത്. കൃത്യക ദഹിപ്പിക്കാൻ വേണ്ടി വരുമ്പോ സുദർശന ചക്രം അതിൻ്റെ മുന്നിലേക്ക് ഒരു ചാട്ടം. അംബരീഷന്റെയും കൃത്യകയുടെയും നടുവില് സുദർശനം. എന്തായി കൃത്യകയുടെ അവസ്ഥ എന്ന് ചോദിച്ചാൽ, ശലഭയൻ. മഴ പെയ്താൽ പുതുമഴയ്ക്ക് പാറ്റ പൊടിയാറുണ്ട്. അത് പറന്നു വന്ന് തീയ് കണ്ടാൽ തിന്നാനുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് തീയിലേക്ക് ചാടാറുണ്ട്, തിന്നാൻ വേണ്ടിയിട്ടേ. പക്ഷെ തീയിൻ്റെ മുകളിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ ചിറക് ബും എന്നൊരു ശബ്ദം കേൾക്കാം, ഇടിയും താഴത്തേക്ക് വീണു. പിന്നെ അതിനെ കാണൂ. ഇതുപോലെ കൃത്യക കാണാതെ എവിടെ പോയി എന്നറിയില്ല. ഇതിൻ്റെ ആ സുദർശന ചക്രത്തിൻ്റെ മഹാ തേജസ്സിൽ കൃത്യക ചാമ്പലായി എന്ന് പറയാൻ വയ്യ. എന്തായി നിശ്ചയമില്ല, അതിനെ പിന്നെ കണ്ടില്ല. പക്ഷെ അതോടുകൂടി കഴിഞ്ഞില്ല. പെട്ടെന്ന് തിരിഞ്ഞു ദുർവാസാവിൻ്റെ നേരെ. ദുർവാസാവ് നോക്കിക്കൊണ്ട് നിൽക്കുക. കൃത്യക അംബരീഷനെ ദഹിപ്പിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഉപസംഹരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്.
അപ്പോഴാണ് ഈ സംഭവം കണ്ടത്. ദുർവാസാവ് തലയിൽ കൈ വെച്ചിട്ട് ശപിച്ചു, സുദർശന ചക്രത്തിന് അനങ്ങാൻ വയ്യാതെ പോകട്ടെ, എന്നാലല്ലേ എൻ്റെ അടുത്തേക്ക് വരുള്ളൂ. എവിടെ സുദർശനം കത്തിജ്വലിച്ചുകൊണ്ട് വേഗം കൂടി വർദ്ധിച്ചു ദുർവാസാവിൻ്റെ അടുത്തേക്ക്. ഫലിച്ചില്ല ദുർവാസാവിൻ്റെ ശാപം. ദുർവാസാവ് പിന്നെയും ശപിച്ചു, സുദർശനം കറുത്ത് കറുത്ത് കരിക്കട്ട പോലെ തണുത്തു പോകട്ടെ ശപിച്ചു. എവിടെ അതിൻ്റെ ഓജസ്സും തേജസ്സും ശക്തിയും ചൂടും വർദ്ധിച്ചു സുദർശന ചക്രത്തിൻ്റെ. സുദർശന ചക്രം ദുർവാസാവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരിക. ക്രൂരവേഗക്കാരന് ഒരു മാർഗവുമില്ല. അതിൻ്റെ തീജ്വാല ഏറ്റിട്ട് ദുർവാസാവിൻ്റെ മുൻഭാഗത്തിലുള്ള രോമങ്ങൾ മുഴുവൻ, താടിയും മീശയും മാറത്തും ശരീരത്തിലും ഒക്കെ ഉള്ള രോമങ്ങൾ ബോം ഒന്നിച്ച് കത്തി. അത് ജടയ്ക്കും പിടിച്ചു, ജടയിൽ നിന്ന് കത്തുക. ഇപ്പൊ ദുർവാസാവ് ഒരു കത്തുന്ന പേക്കോലമായിട്ട് മാറി. ഓടി ദുർവാസാവ്, ഓടുമ്പോ ആളി കത്തുക. ഇപ്പൊ പിൻഭാഗത്തും അതുപോലെ തന്നെ. ആകെ കൂടി ഒരു തീക്കൊള്ളി ഓടുന്നത് പോലെ ആ ദുർവാസാവിൻ്റെ ഓട്ടം. രണ്ട് ഭാഗവും, മുൻഭാഗവും കത്തി പിൻഭാഗവും കത്തി. എന്താ ചെയ്യേണ്ടത് നിശ്ചയമില്ല അദ്ദേഹത്തിന്. എന്നിട്ടോ ഈ ഗുഹാം പ്രസസാരമേരോ, മഹാമേരു പർവ്വതത്തിൻ്റെ ഗുഹയുടെ ഉള്ളിൽ പോയിട്ട് ഒളിക്കാന്ന് വിചാരിച്ചു. കാരണം അവിടെ ഇരുട്ടല്ലേ, ഈ സുദർശന ചക്രം കാണില്ല എന്നാ വിചാരിച്ചത്. ജജ്വല്യമാനം പ്രളയാനലപ്രഭം, പ്രളയകാലത്ത് അഗ്നിയെ പോലെ ജ്വലിച്ചു കൊണ്ടുവരുന്ന സുദർശന ചക്രത്തിന് ഈ ഗുഹയുടെ ഇരുട്ട് കാണില്ലേ? ആ ബോധല്യതേ. യമുനാ നദി ഒരൊറ്റ ചാട്ടത്തിനാണ് ഇത്ര ചാടിക്കിടന്നത്. ഞാൻ പറയാറുണ്ട്, അന്നത്തെ ദുർവാസാവ് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഒളിമ്പിക്സിൽ മുഴുവൻ ഓട്ടത്തിലൊക്കെ ഹർഡിൽസും 300 400 മീറ്റേഴ്സും ഒക്കെ ദുർവാസാവ് വാരിക്കൂട്ടുമായിരുന്നു. അത്ര സ്പീഡിലാണ് ഓടിയതേ. ചെന്നു എവിടെ ലോകപാലന്മാരുടെ അടുത്തൊക്കെ വന്നപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വരരുതേന്നാ പറഞ്ഞു, ഞങ്ങളെ കൊണ്ടാവില്ലേന്ന്. അപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ഓടിയത്. സ്ഥാനം മദീയം സഹവിശ്വമേതൽ ക്രീഡാവസാനേ ദ്വിപരാർദ്ധസംജ്ഞേ ഭ്രൂഭംഗമാത്രേണ ഹി സന്ധിധക്ഷോ കാലാത്മനോ യസ്യ തിരോ ഭവിഷ്യതി. അഹം സനൽകുമാരശ്ച നാരദോ ഭഗവാനജഃ കപിലോപന്തരതമഃ ദേവലോ ധർമ്മ ആസുരി മരീചി പ്രമുഖാശ്ചാന്യേ സിദ്ധേശാഃ പാരദർശനാഃ വിദാമന വയം സർവേ യന്മായം മായയാവൃതാഃ തസ്യ വിശ്വേശ്വരസ്യേദം ശസ്ത്രം ദുർവിഷഹം ഹിനഃ. അത് പരമേശ്വരൻ പറയുന്നതാ. ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സ്ഥാനം മദീയം സഹവിശ്വമേതൽ ക്രീഡാവസാനെ ദ്വിപരാർദ്ധസംജ്ഞേ ഭ്രൂഭംഗമാത്രേണ ഹി സന്ധിധക്ഷോ കാലാത്മനോ യസ്യ തിരോ ഭവിഷ്യതി. ആ ഭഗവാൻ തൻ്റെ ഒരു പുരികക്കൊടി ഒന്ന് ഇളക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ എളുപ്പത്തിൽ നടത്തുന്നു. തസ്യ വിശ്വേശ്വരസ്യേദം, ആ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്ര ഇത്. എൻ്റെ അടുത്ത് രക്ഷയില്ല എന്ന് പറഞ്ഞു. പരമേശ്വരൻ്റെ അടുത്ത് പോയാലും രക്ഷയില്ല. പക്ഷേ അത് ദുർവാസാവ് അത്ര കേട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ രണ്ടാമത് ബ്രഹ്മാവ് പരമേശ്വരൻ്റെ അടുത്തും കൂടി രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പരമേശ്വരൻ്റെ അടുത്ത് പോകണം. ഓടി പരമേശ്വരൻ്റെ അടുത്തേക്ക്. പരമേശ്വരൻ മനസ്സിലാക്കി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഹിമാലയത്തിൽ നിന്ന് കുറേ ദൂരത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞു, അയ്യോ ഇങ്ങോട്ട് വരരുതേ എന്ന്. കാരണം എന്താന്നല്ലേ, അങ്ങ് ഇങ്ങോട്ട് വന്നാൽ പിന്നാലെ സുദർശന ചക്രം വരും. സുദർശന ചക്രം വന്നാൽ ഈ മഞ്ഞുമല ഉരുകും, ലോകത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും, അതോടുകൂടിയിട്ട് പ്രളയം ഇപ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് ദയവായിട്ട് ഇങ്ങോട്ട് വരരുതേ, അങ്ങ് എൻ്റെ സ്വന്തം ആളാ. പരമേശ്വരൻ്റെ അവതാരമാണ് ദുർവാസാവേ. പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തസ്യ വിശ്വേശ്വരസ്യേദം ശസ്ത്രം ദുർവിഷഹം ഹിനഃ. ആ മഹാപ്രഭുവിൻ്റെ അസ്ത്രമാണിത്. ഇതിനോട് എതിരിട്ട് നിൽക്കാൻ ആർക്കും ആവില്ല. തമേവ ശരണം യാഹി ഹരിസ്തേ സംവിധാസ്യതി. ഉപായം ഞാൻ പറഞ്ഞുതരാം.
എന്താന്നല്ലേ? അങ്ങ് നേരെ പോയിക്കോളൂ ആ ഭഗവാന്റെ പാദത്തിൽ. ഭഗവാൻ എന്തെങ്കിലും മാർഗം പറഞ്ഞു തരും. തതോ നിരാശോ ദുർവാസാഹ പദം ഭഗവതോ യയൗ വൈകുണ്ഠാഖ്യം യദധ്യാസ്തേ ശ്രീനിവാസഹാം. എവിടെയാണോ ആ ഭഗവാൻ, മഹാപുരുഷനായിരിക്കുന്ന ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠസ്ഥാനത്ത് എത്തി. അകത്തേക്ക് ഓടി കടന്നു ദുർവാസാവ്. സമാധാനായി. ഈ സുദർശന ചക്രം പുറത്തവിടെ കാത്തു നിന്നു. എന്തേ സുദർശന ചക്രം അകത്തേക്ക് പോകാതിരുന്നത്? കാരണമുണ്ട്. ദുർവാസാവിൻ്റെ പിന്നാലെ സുദർശന ചക്രവും വന്നാൽ ഭഗവാൻ ഒരുപക്ഷെ ചോദിക്കും, ഞാൻ അങ്ങയോട് പറഞ്ഞത് അംബരീഷന്റെ അടുത്ത് നിൽക്കാനല്ലേ, എന്തിനാ അങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ മറുപടി പറയാനില്ല. സുദർശന ചക്രത്തിനെ വിളിക്കാതെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ത് പറയും? പിന്നെ എൻ്റെ നാഥനെ എനിക്കറിയാം, അവിടെ പോയാൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരുമല്ലോ, വേറെ വഴിയൊന്നുമില്ല, ഇത് വൺ വേ ആണ്, പോയ വഴി കൂടെ തന്നെ തിരിച്ചു വരണം, അപ്പൊ ഞാൻ പിടിച്ചോളാം എന്നാണോ ഭാവം? ഏതായാലും സുദർശന ചക്രം അവിടെ നിന്നു. ആഹച്യുതാനന്ദ സദീപ്സിത പ്രഭോ കൃതാഗസമ്മാവഹി വിശ്വഭാവന അജാനതാദേ പരമാനുഭാവം കൃതം മയാഘം ഭവത പ്രിയാണാം വിധേഹി തസ്യാപചിതിം വിധാതർമുച്യേത എന്നമ്യുദിതേ നരഗോപി. ഭഗവാനെ, അവിടുത്തെ ഒരു നാമം ജപിച്ചാൽ നരകത്തിൽ കിടക്കുന്നവൻ രക്ഷപ്പെടുന്നു. ഞാൻ അത്രയൊന്നും പാപം ചെയ്തിട്ടില്ലല്ലോ. ഞാനിത് അവിടുത്തെ നാമം ആഹാ അച്യുത അനന്ത സദീപ്സിത പ്രഭോ എത്ര നാമം ഞാൻ ജപിച്ചു. കൃതാഗസം മാ അവ, തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചു, എന്നാലും നാമം ജപിച്ചില്ലേ, നാമം ജപിക്കുന്നവരെ അവിടുന്ന് വിടില്ലല്ലോ, എന്നെ രക്ഷിക്കണേ എന്ന് ദുർവാസാവ് ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ച് തൊഴുത് പറഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ ഗൗരവത്തോടു കൂടിയിരുന്നു. ഇതുവരെ കിടക്കണ ഭഗവാൻ ഇന്ന് എഴുന്നേറ്റിരുന്നു. എന്നിട്ടൊന്ന് ഗൗരവത്തോടു കൂടി നോക്കി. അങ്ങക്ക് രക്ഷ വേണം അല്ലേ? എന്തായിരുന്നു ഹേ ആ അംബരീഷൻ അങ്ങയോട് ചെയ്ത തെറ്റ്? അദ്ദേഹത്തിന്റെ വാക്കിലോ നോക്കിലോ അദ്ദേഹത്തിന്റെ മനസ്സിലോ പോലും അങ്ങക്കൊരു തെറ്റ് കാണാൻ സാധിക്കുമോ? എന്തിനങ്ങ് ആ അംബരീഷനെ പോയി ഉപദ്രവിച്ചു? എനിക്കാവില്ല അങ്ങയെ രക്ഷിക്കാൻ. കാരണം ഞങ്ങളിപ്പോൾ ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് നടത്തി. അംബരീഷൻ്റെ ഒക്കെ അംബരീഷൻ എനിക്ക് തന്നു, എൻ്റെ ഒക്കെ ഞാൻ അംബരീഷനും കൊടുത്തു. സുദർശന ചക്രം എൻ്റെ അല്ല, ഇപ്പോൾ ഫോർ ദി ടൈം ബീയിങ് അത് അംബരീഷൻ്റെ. അങ്ങയ്ക്ക് രക്ഷ വേണമെങ്കിൽ ബെറ്റർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ, അംബരീഷൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ. അംബരീഷന്റെ ഭജേതി എന്നാ ഭഗവാൻ പറഞ്ഞത്. തമേവ ശരണം യാഹി, ആ അംബരീഷനെ തന്നെ ശരണം പ്രാപിക്കുക. യാഹി അംബരീഷ പദമേവ ഭജേതി ഭൂമൻ, പോയിട്ട് അംബരീഷന്റെ കാല് പിടിച്ചോളാൻ, ഭജിച്ചോളാനാ പറഞ്ഞത്, വേറെ ശരണമൊന്നുമില്ല എന്നും പറഞ്ഞ്. അപ്പോൾ അംബരീഷൻ ഭഗവാനോട് പറഞ്ഞു, മഹാപ്രഭോ, പക്ഷേ ഇവിടുന്ന് പുറത്തേക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ആ സുദർശന ചക്രം, അത് എന്നെ വല്ലാതെ ഇനിയും ചുട്ടുപൊള്ളിക്കും. അതിന് ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം, ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പോയാൽ മതി. എന്താ? ഞാൻ അംബരീഷന്റെ കാല് പിടിക്കാൻ പോവുകയാണേ, എന്നെ ഉപദ്രവിക്കരുതേന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കൊള്ളാൻ പറഞ്ഞു. അനന്ത അച്യുത എന്നും പറയണ്ട, അംബരീഷന്റെ കാല് പിടിക്കാൻ പോവുകയാണേ, എന്നെ ഉപദ്രവിക്കരുതേന്നും പറഞ്ഞുകൊണ്ട് ഓടിയാൽ ഈ സുദർശന ചക്രം ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോളൂ. എപ്പോഴെങ്കിലും അങ്ങയുടെ സ്പീഡ് കുറഞ്ഞാൽ സുദർശന ചക്രം വരും. യൂണിഫോം സ്പീഡിൽ ഓടിക്കൊള്ളാനാ പറഞ്ഞത്, വേഗത കുറയ്ക്കാതെ ഓടിക്കൊള്ളാൻ. രക്ഷ അവിടെ തന്നെ ഉള്ളൂ. ആരുടെ അടുത്താണോ ഏത് ഭക്തനെയാണോ ഉപദ്രവിച്ചത്, ആ ഭക്തന്റെ അനുഗ്രഹമില്ലാതെ ഭക്തനെ ഉപദ്രവിച്ച ദോഷം തീരില്ല. ഭഗവാനെ ഉപദ്രവിച്ച ഭഗവാൻ മറക്കും, പക്ഷെ ഭക്തനെ ഉപദ്രവിച്ച ഭഗവാൻ മറക്കില്ല. തന്നെ തല്ലിയാൽ ഭഗവാൻ പോട്ടേന്ന് വിചാരിക്കും, പക്ഷെ ഭക്തനെ ഉപദ്രവിച്ചാൽ ഭഗവാൻ അതിന് പ്രതികാരം ചെയ്യും. കാരണം ഭക്തന് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം
ഭക്തൻ ഭഗവാന്റെ യജമാനനാണ്. ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഭക്തന്റെ യജമാനനാണെങ്കിൽ, ഭക്തന്റെ സ്വാമിയാണ് ഭഗവാനെങ്കിൽ, ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭക്തൻ ഭഗവാന്റെ സ്വാമിയാണ്. ഭക്തനെ ഉപദ്രവിക്കുന്നത് ഭഗവാൻ സഹിക്കില്ല. ഭഗവാൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചോളൂ. ഓടി ദുർവാസാവ്. പിന്നാലെ സുദർശന ചക്രവും. 14 ലോകത്തിലുള്ള ദേവന്മാരും മഹാത്മാക്കളും ഒക്കെ കാണുക. ദുർവാസാവ് നെട്ടോട്ടമോടുന്നു. സകല ദിക്കിലും ഓടി നടക്കുന്നു. എവിടെയും രക്ഷയില്ല. ദുർവാസാവ് ഓടുന്നു. അംബരീഷനോ കാത്തു നിൽക്കുന്നു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. അദ്ദേഹം വെറും വെള്ളം കുടിച്ചുകൊണ്ടാണ് കാത്തു നിൽക്കുന്നത്. എത്ര കാലം ഉണ്ടായി ഓട്ടം? 1 കൊല്ലം ഓടിയെന്ന് ദുർവാസാവ്. ഓടിയെത്തണ്ടേ ഇവിടേക്ക്? സംവത്സരോത്യകാദ്യാവദ്യാവതാ നാഗതോഗത മുനിസ്തദ്ദർശനാകാംക്ഷ രാജ അഭക്ഷോ ബഭൂവ. വെള്ളം കുടിച്ചുകൊണ്ട് കാത്തു നിൽക്കുക. ഭക്ഷണമൊന്നും കഴിച്ചില്ല അംബരീഷൻ. കയ്യിൽ വെള്ളമായിട്ട് ദുർവാസാവ് വരുമ്പോൾ ഭക്ഷണം കാല് കഴുകിച്ച് ഭക്ഷണം കൊടുക്കണം. അതിനുവേണ്ടി കാത്തു നിൽക്കുക. അപ്പോഴാണ് ഇത് ഓടി വരുന്നു ദുർവാസാവ്. വന്നതും അംബരീഷന്റെ കാൽക്കലങ്ങ് വീണതും പാദസ്പർശ വിലജ്ജിത. തൻ്റെ കാൽക്കൽ ഒരു ബ്രാഹ്മണൻ വന്ന് വീഴ്. താനൊരു ക്ഷത്രിയൻ. അപ്പൊ അംബരീഷന് വിഷമായി. അസ്താവിത്തദ്ധരേരസ്ത്രം കൃപയാ പീഡിതോ ഭൃശം. കെട്ടിപ്പിടിച്ചു ദുർവാസാവിനെ എഴുന്നേൽപ്പിച്ചിട്ട്. അംബരീഷന്റെ സ്പർശം ഉണ്ടായതോട് കൂടിയിട്ട് ദുർവാസാവിൻ്റെ വ്യഥകളൊക്കെ തീർന്നു. എന്നിട്ട് അപ്പോഴും കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ് സുദർശന ചക്രം. സുദർശന ചക്രത്തെ സ്തുതിച്ചു. ത്വമഗ്നിർഭഗവാൻ സൂര്യ ത്വം സോമോ ജ്യോതിഷാമ്പതി ത്വമാപസ്ത്വം ക്ഷിതിർവ്യോമ വായുർമാത്രേന്ദ്രിയാണി ച സുദർശന നമസ്തുഭ്യം സഹസ്രാരാച്യുത പ്രിയ സർവാസ്ത്രഘാതിൻ വിപ്രായ സ്വസ്തി ഭൂയായിഡസ്പദേ. ത്വം സധർമ്മസ്ത്വമൃതം യജ്ഞം ത്വം യജ്ഞോഖില യജ്ഞഭുക്ക് നമസ്സുനാഭാഖിലധർമ്മസേതവേ ഹ്യധർമ്മശീല അസുരധൂമകേതവേ ത്രൈലോക്യഗോപായ വിശുദ്ധവൃക്ഷസേ മനോജവായ അത്ഭുതകർമ്മണേ ഗൃണേ. മനോവേഗത്തിൽ സഞ്ചരിക്കുന്ന സുദർശനമേ, അങ്ങയ്ക്ക് നമസ്കാരം. വളരെ വേഗത്തോടുകൂടി ദുഷ്ടന്മാരായ അസുരന്മാരും ഭഗവാനും തമ്മിലുള്ള യുദ്ധം ഉണ്ടാവുമ്പോൾ അസുരന്മാരുടെ കയ്യും കാലും തലയും ഒക്കെ മുറിച്ച് അറുത്തിട്ട് ദുഷ്ടസംഹാരം ചെയ്ത് വളരെ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സർവാസ്ത്രഘാതിൻ വിപ്രായ സ്വസ്തി ഭൂയായിഡസ്പദേ. ഈ സുദർശനാസ്ത്രം വന്നാൽ പിന്നെ വേറെ യാതൊരു അസ്ത്രത്തിനും അവിടെ വിലയില്ല. അങ്ങനെ മഹാതേജസ്വിയായിട്ടുള്ള സുദർശന ചക്രമേ, അവിടത്തേക്ക് നമസ്കാരം. ഈ ബ്രാഹ്മണൻ അത് ദ്വിജോ ഭവതു വിജ്വര. ഈ ബ്രാഹ്മണനെ ഉപദ്രവിക്കരുത്, അദ്ദേഹം രക്ഷപ്പെട്ടോട്ടെ. കുലം നോ വിപ്രദൈവം ചേൽ ദ്വിജോ ഭവതു വിജ്വര. ബ്രാഹ്മണര് എനിക്ക് ദൈവമാണ്, ഇദ്ദേഹം ബ്രാഹ്മണനാണ്, ഇദ്ദേഹത്തെ ഉപദ്രവിക്കരുതേ, രക്ഷിക്കുക. സുദർശന അടങ്ങുന്നില്ല. യതി നോ ഭഗവാൻ പ്രീത സർവഗുണാശ്രയ സർവാത്മഭാവേന ദ്വിജോ ഭവതു വിജ്വര. ഞാൻ ചെയ്ത ഏതെങ്കിലും പുണ്യം കൊണ്ട് ഭഗവാൻ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ആ പുണ്യം മുഴുവൻ ഹേ സുദർശന ചക്രമേ അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഈ ദ്വിജോ ഭവതു വിജ്വര. ഈ ബ്രാഹ്മണനെ ഉപദ്രവിക്കരുതേ. ഇത്രയും പറഞ്ഞപ്പോൾ പിന്നെ സുദർശനത്തിന് അടങ്ങാൻ വയ്യാതെ സുദർശന ചക്രം തൻ്റെ തേജസ്സിനെ ഉപസംഹരിച്ചു. കാല് കഴുകിച്ച് ദുർവാസാവിന് ഭക്ഷണം കൊടുത്തു. ദുർവാസാവ് അംബരീഷ ചക്രവർത്തിക്ക് ഭക്ഷണം കഴിക്കാൻ അനുവാദം കൊടുത്തു. എന്നിട്ടോ അദ്ദേഹം 14 ലോകങ്ങളിലും കറങ്ങി നടന്ന് പറഞ്ഞു. എന്താ? വിഷ്ണുഭക്തന്റെ മഹത്വം. എന്തിനാണ് ദുർവാസാവ് ഇങ്ങനൊരു വിഡ്ഢിവേഷം കെട്ടിയത്? അദ്ദേഹം ഒന്നും അറിയാത്ത ആളാണോ? ത്രികാലജ്ഞാനിയായ ദുർവാസാവ് എന്തിനിങ്ങനൊരു വിഡ്ഢിവേഷം കെട്ടി? സ്വയം വിഡ്ഢിവേഷം കെട്ടിയാലും അംബരീഷന്റെ മഹത്വം ലോകം അറിയുമല്ലോ. ദുർവാസാവിനെ പോലെ ഒരു അവതാരമൂർത്തി തൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രയോഗിച്ചിട്ട് പോലും
അംബരീഷൻ എന്നൊരു വിഷ്ണു ഭക്തിൻ്റെ ഒരു രോമം കരിയാൻ കഴിഞ്ഞില്ല. അതാണ് വിഷ്ണു ഭക്തിയുടെ മഹത്വം എന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ദുർവാസാവ് ഇങ്ങനൊരു വേഷം കെട്ടിയതാണ് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടാറുണ്ട്. അദ്ദേഹം തനിക്ക് പറ്റിയതായിട്ടുള്ള അബദ്ധത്തെ ലോകം മുഴുവൻ നടന്ന് പാടി പുകഴ്ത്തി കേൾപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ വിഷ്ണുവിൻ ഭക്തന്മാർക്ക് വിരോധം ചെയ്യരുതേ. ഇതാണ് ദുർവാസാവ് പാടി പുകഴ്ത്തിയത്. അംബരീഷൻ പിന്നെ അധോത്തമ ജനേഷു രാജ്യം സമാനശീലേഷു വിസൃജ്യ ധീരഃ മനോ ദധാരാത്മനി വാസുദേവേ മനോദധധ്വസ്തഗുണപ്രവാഹ ഇത്യേതൽ പുണ്യമാഖ്യാനം അംബരീഷസ്യ ഭൂപതേഃ അനു ഉപഗായൻ ഭക്തോ ഭഗവതോ ഭവേൽ സങ്കീർത്തയൻ അനുധ്യായൻ ഭക്തോ ഭഗവതോ ഭവേൽ. ഇങ്ങനെ വളരെ പുണ്യമായിട്ടുള്ള ഈ അംബരീഷന്റെ ചരിത്രം അംബരീഷസ്യ ഭൂപതേഃ സങ്കീർത്തയൻ, ഇത് സമ്യക്കായിട്ട് കീർത്തനം ചെയ്യുക, നന്നായിട്ട് പറയുക. എങ്ങനെയെങ്കിലും പറഞ്ഞാൽ പോരാ. ഭഗവാന്റെ കഥ എങ്ങനെ പറയണം എന്ന് ചോദിച്ചാൽ സങ്കീർത്തയൻ, നന്നായിട്ട് പറയണം. ഭഗവാന്റെ നാമം എങ്ങനെ ജപിക്കണം? സങ്കീർത്തയൻ, നന്നായിട്ട് പാടണം. ചിലരൊക്കെ ഉണ്ട് നാമങ്ങൾ ജപിക്കുമ്പോൾ സഹസ്രനാമൊക്കെ റോട്ട, എന്താ അവർ പറയുന്നത് അതിനറിയില്ല. നിങ്ങൾ എന്തിനാ ഈ 1000 നാമം ജപിക്കുന്നത്? ഒരു നാമം വേണ്ടതുപോലെ ജപിച്ചാൽ പോരെ. സമ്പൂർണ്ണ നാരായണീയം 9 മണിക്ക് തുടങ്ങിയിട്ട് 1 മണിക്ക് ബസ്സിന് പോകണം. അതുകൊണ്ട് സ്വറോ എന്തിനാ 100 ദശകം വായിക്കണമെന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുണ്ടോ? 1 ദശകം മര്യാദയ്ക്ക് വായിക്കുവേ. ആര് കേൾക്കാനായി ഓടിപ്പോകുന്നത്? ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നാലേ ഒരു സമാധാനമില്ല. ഇങ്ങോട്ട് വരുമ്പോഴേ ധൃതിയ അങ്ങോട്ട് പോകണമെന്ന്. 1 മണിയുടെ ബസ്സിന് പോകണം. അതിൻ്റെ 9 മണിക്ക് തുടങ്ങിയ 4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ സമ്പൂർണ്ണ നാരായണി കഴിഞ്ഞു. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഭഗവാന് ഇന്ന് 100 ദശകവും വായിച്ചു കേൾക്കണോ? 1 ദശകം മര്യാദയ്ക്ക് വായിക്കൂ. എന്തിനാ അധിക നാമം ജപിക്കുന്നത്? 1 നാമം ജപിക്കൂ. ഭഗവാന്റെ നാമം എങ്ങനെ ജപിക്കണം? പ്രേമത്തോടുകൂടി ജപിക്കണം, സ്നേഹത്തോടുകൂടി ജപിക്കണം, ഉള്ളിൽ ഭഗവാന്റെ സ്ഫൂർത്തിയോടുകൂടി ജപിക്കണം. എങ്ങനെങ്കിലും ഭഗവാനെ സേവിച്ചിട്ട് കാര്യമില്ല. ഭഗവാന്റെ കാര്യമൊക്കെ അങ്ങനെ വേണം, ശ്രദ്ധയോടുകൂടി വേണം. ചിലരുണ്ട് ഗായത്രി ജപിക്കുകയാണെങ്കിൽ എത്ര വേഗം 5 മിനിറ്റ് കൊണ്ട് 108 ഗായത്രി കഴിഞ്ഞു. 10 ഗായത്രി ജപിച്ചാൽ മതി. ശ്രദ്ധയോടുകൂടി ജപിക്കൂ, നന്നായിട്ട് പാടണം. സൂക്തം എന്നാ പറയുക. വേദങ്ങളൊക്കെ സൂക്തങ്ങളാ. സൂക്തം എന്ന് പറഞ്ഞാൽ എന്താ? സുഷ്ടൂക്തം, സൂക്തം നന്നായിട്ട് പറയണം. അപ്പൊ ഭഗവാന്റെ കഥ സങ്കീർത്തയൻ, നന്നായിട്ട് പറയണം, ശ്രദ്ധയോടുകൂടി പറയണം, ഭക്തിയോടുകൂടി പറയണം, ശ്രദ്ധിച്ച് കേൾക്കണം. പറയണവർ ശ്രദ്ധിച്ച് പറയണം, കേൾക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കണം. പല വിചാരമായിട്ട് കേൾക്കരുത്. അനുധ്യായൻ, കേൾക്കണം എന്നുണ്ടെങ്കിൽ പറയാൻ ആൾ വേണ്ടേ? അല്ലാത്തപ്പോഴോ അനുധ്യായൻ, കേട്ടതിന് മനസ്സിൽ ഇങ്ങനെ മനനം ചെയ്യുക. ഭക്തോ ഭഗവതോ ഭവേൽ, അവൻ എന്തുണ്ടാവുന്ന പറഞ്ഞ് അവൻ ഭഗവാന്റെ ഭക്തനായി തീരും. അതല്ലേ നമുക്ക് കിട്ടേണ്ടത്? മനുഷ്യജന്മം ദുർലഭം. അതിൽ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തന സജ്ജമായിട്ടുള്ള ഒരു ശരീരം നമുക്ക് കിട്ടി. ഫ്രീ ഗിഫ്റ്റ് ഫ്രം ഗോഡ് അല്ലേ? ഭഗവാൻ തന്ന ഒരു വരദാനമാണ് മനുഷ്യന്റെ ശരീരം. നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഈ ശരീരത്തിന് നമ്മൾ വാടക കൊടുക്കാറുണ്ടോ? ഭഗവാന് സമർപ്പിക്കണം. ഭഗവാന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ഭഗവാനെ ഭക്തിയോടുകൂടി ഓർക്കുക. നമുക്കിപ്പോൾ 1 മണിക്കൂറിലധികം ഇങ്ങനെ ഭഗവാനെ ഓർത്തുകൊണ്ട് ഇരിക്കാൻ സാധിച്ചു. ഇതുപോലെ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കാൻ, വ്യക്തിപരമായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് അതാ. മഹാപ്രഭു എപ്പോഴും അവിടുത്തെ ഇതുപോലെ നിറഞ്ഞ ഭക്ത സദസ്സുകളിൽ മുക്തകണ്ഠം ഭഗവാനെ പാടി പുകഴ്ത്തുവാനും ഹൃദയം നിറഞ്ഞ് ഭഗവാനെ പ്രകീർത്തിക്കുവാനും ശ്രോതാക്കളിൽ ഭക്തിഭാവം സ്ഫുരിക്കത്തക്കവണ്ണം ഈശ്വരനെ അനുസ്മരിക്കുവാനും, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും കൃഷ്ണ എന്ന് പറയുമ്പോൾ അങ്ങ് പോകണം.
അവസാന ശ്വാസം വരെ ഭഗവാനെപ്പറ്റി പറയുവാനും ഭഗവാനെപ്പറ്റി ഓർക്കുവാനും ഭഗവാൻ അനുഗ്രഹിക്കണമേ. അതുപോലെ എല്ലാവർക്കും ഭഗവത് പാദങ്ങളിൽ ഭക്തി കൊടുക്കണമേ. ഭഗവാൻ അനുഗ്രഹിക്കണമേ. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. എല്ലാവരും സുഖിക്കട്ടെ, എല്ലാവരും സന്തോഷിക്കട്ടെ. മാ വിദ്വിഷാവഹൈ. നമുക്ക് പരസ്പരം കലഹിക്കാൻ സമയമില്ല. സഹനൗ അവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ. നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം, യോജിച്ച് പ്രവർത്തിക്കാം, പരസ്പരം ദ്വേഷിക്കാതെ പ്രവർത്തിക്കാം, നമുക്ക് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാം, ഈശ്വരപരമായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ഭഗവാൻ നമ്മെ എല്ലാവരെയും എപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.